ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് 10ാമത്തെ ദിവസത്തെ വെബിനാർ നടക്കുകയാണ്. ഇതിനു വേണ്ടി സഹായിച്ച ഒത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ അനിതയാണ്. അനിതയ്ക്ക് നന്ദി പറയണം. അപ്പം അനിതയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉദിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരനാണെന്ന്. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഗ്ലോബൽ GSK എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് അടുത്ത ആഴ്ച ലോകത്തിലുള്ള ഹോമിയോപ്പതി വിശ്വാസികൾ, എന്തൂസിയാസ്, ലവേഴ്സ്, പ്രാക്ടീഷണേഴ്സ് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. 26 homeopathy doctors from different parts of the world. They are supporting our movement. അതുകൊണ്ട് അവർക്കെല്ലാം നന്ദി പറയുന്നു. ഇവിടെ അനിത ഡോക്ടർ പറഞ്ഞ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് മാത്രമല്ല ഇവിടെ വിളിച്ചത്. ഞാൻ ഒത്തിരി പേര് എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആരുടെയൊക്കെ നമ്പറുണ്ടോ വാട്സപ്പിൽ അവർക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കള്, അല്ലെങ്കിൽ ഈ ശാസ്ത്രം അറിയണമെന്ന് ഇതിൻ്റെ സംഘാടകരെ, ഞാൻ, ഡോക്ടർ അനിത ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. അതിൽ പല പ്രൊഫഷനുള്ളവരുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഫാദർ തോമസിനെ കാണുന്നു, എൻ്റെ ഒറ്റ സുഹൃത്തായ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാവർക്കും മലയാളം മനസ്സിലാവും. കാരണം ഇത് മലയാളത്തിൽ മാത്രം നടത്തുന്നൊരു ചടങ്ങാണ്. അതുകൊണ്ട് ബഹുമാനത്തോടു കൂടി ഫാദർ തോമസ്, ശശിധരൻ ഡോക്ടർ എൻ്റെ ഫാക്കൽറ്റി ടീം മെമ്പറാണ്, അജോയ് ഞങ്ങളുടെ മെൻറ്ററാണ്, എൻ്റെ ബ്രദർ, സിസ്റ്റർ, ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം ചെയ്യാം. ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഇത് 10ാമത്തെ വെബിനാറാണ്. ഡോക്ടർ അനിതയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അനിതയ്ക്കൊരു പ്രത്യേക നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തിന് ഒരു ശാസ്ത്ര വിഷയം ആയ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ഒരു പ്രാർത്ഥനയുടെ റെലവൻസ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് രോഗം എന്ന പ്രതിഭാസം, രോഗം എന്ന് പ്രതിഭാസം, അല്ലെങ്കിൽ ആരോഗ്യം, രോഗം, സൗഖ്യം എന്ന് പറയുന്ന ഈ കാര്യങ്ങളിൽ രോഗം എന്ന് പറയുന്ന പ്രതിഭാസം എന്താണെന്നുള്ള യഥാർത്ഥത്തിലുള്ള ബോധ്യം ജനങ്ങളിൽ ഒരു നല്ല ശതമാനത്തിനും ഇല്ല എന്നുള്ളതാണ് സത്യം. വളരെ പ്രചാരത്തിലുള്ള ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള പവർ ഉള്ള സാമ്പത്തികമുള്ള സ്വാധീനമുള്ള ഒരു വൈദ്യശാസ്ത്രം പറയുന്നത് അതേപടി ഏറ്റെടുത്ത് അതേപടി നമ്മൾ അത് ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ശബ്ദം, അത് എത്ര വീക്കായിട്ടുള്ളതാണെങ്കിലും അതിന് എളുപ്പത്തിൽ ജനങ്ങളിൽ എത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഇന്നത്തെ ടോപ്പിക് വളരെ, ഞാൻ വീണ്ടും പറയുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ്. അതായത് രോഗകാരണം എന്താണ്, രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിന്റെ കാരണം. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അത് സൈക്കിക് കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, സൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘർഷം. അപ്പോൾ ഇതാണ് ഡോക്ടർ റൈറ്റെ ജെ ഹാമർ എന്ന് പറയുന്ന ജർമ്മൻ ഡോക്ടർ ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലുള്ള ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു കണ്ടുപിടുത്തം എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിക്കുന്നതാണ് നമുക്ക് ഈ ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവനം എന്നും കൂടി ഞാൻ വിശ്വസിക്കാം. സോ ദി ബെസ്റ്റ് സർവീസ് that you can offer to the humanity during the lifetime of an individual will be to propagate this, spread this knowledge globally. കാരണം ഇന്ന് നമുക്ക് വളരെ എളുപ്പമാണ് വിവിധ രാജ്യങ്ങളിലുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും.
അത് നിങ്ങളും കൂടെ സഹായിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടിയാൽ അത് എത്രയും പേരിലെത്തി എത്തിക്കാൻ, നിങ്ങൾക്കത് ശരിയാണ് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പേരിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ വശത്തു നിന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ടോപ്പിക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ദി ടോപ്പിക് ഈസ് സൈക്കിക് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ആർ ദി എക്സ്ക്ലൂസീവ് അല്ലെ സോൾ കോസ് ഓഫ് ഡിസീസസ്. വേറെ ഒന്നുമല്ല. അപ്പൊ വേറെ എന്ന് പറയുമ്പോൾ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിലൂടെ രോഗകാരണങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് 1, 2, 3 അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു ജർമ്മൻ ന്യൂ മെഡിസിന്റെ അറിവ് അല്ലെ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് ഡോക്ടർ IKG ഹാമർ കണ്ടുപിടിച്ച ഈ ശാസ്ത്രത്തെ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് പേരുണ്ടാവും ഇവിടെ. കാരണം അങ്ങനെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരിക, നിങ്ങളെ പ്രേരിപ്പിക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയാണ്. അതായത് ഞാൻ ഇന്നും കൂടെ ആരോടെ ഞാൻ പറഞ്ഞു, ഇന്ന് ഫാദർ തോമസിനോട് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, നമുക്ക് ആരെയും പറഞ്ഞ ഒരാളെ ദൈവവിശ്വാസിയാക്കാൻ പറ്റത്തില്ല. ദൈവവിശ്വാസമുള്ള ഒരാളുടെ വിശ്വാസം കളയാനും പറ്റത്തില്ല. അതുപോലെയാണ് ഇപ്പോൾ ഒരു സത്യം നമുക്ക് പറയാം, അത് എക്സ്പോസ് ചെയ്യാം, പക്ഷെ അത് ഏറ്റെടുത്ത് അത് നമ്മുടേതാക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുവാണ്. ദി സോൾ കോസ്, ഒൺലി കോസ് ഓഫ് ഓൾ സോ കോൾഡ് ഡിസീസസ്. എന്തുകൊണ്ടാണ് സോ കോൾഡ് ഡിസീസസ് എന്ന് പറയുന്നത്? കാരണം ഈ ഡിസീസ് ഫിനോമിന ഇറ്റ്സെൽഫ് ഈസ് നോട്ട് എ റിയൽ തിങ്. ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ് ഈസ് അങ്ങനെയൊന്നുമില്ല. എവറിത്തിങ് ഈസ് അറ്റ് ഈസ്. ഇറ്റ് ഈസ് ദ വേ ഹൗ വി പെർസീവ് ദാറ്റ് സിറ്റുവേഷൻ. എങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ കാണുന്നത്? വേദനയാണ് എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നീരാണ് എൻ്റെ പ്രശ്നം, ചൂടാണ് എൻ്റെ പ്രശ്നം, ചുമപ്പാണ് എൻ്റെ പ്രശ്നം. ഏത് ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത് അതല്ല പ്രശ്നം. അത് ശരീരം ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി, സുഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതല്ല രോഗം. അതിൻ്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ അവിടെയാണ് രോഗത്തിൻ്റെ കാരണം കിടക്കുന്നത്. അത് മനസ്സിലാണ് എന്നുള്ളതാണ് ജർമ്മൻ ന്യൂ മെഡിസിനായിട്ട് ഈ പറയുന്ന ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഇത് ലോകത്തിന് സമ്മാനിച്ചത് 1935 മുതൽ 2017 വരെ ജീവിച്ച ഡോക്ടർ IKG ഹാമർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഡോക്ടറാണ്. അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. ഞങ്ങൾ ഭൂരിപക്ഷം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിരിക്കും. ഞങ്ങളുടെ മാസ്റ്റർ ഹനിമാൻ ഒരു അലോപ്പതി ഡോക്ടർ ആയിരുന്നതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഇന്റേണൽ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തായിരുന്നു. പിന്നീട് അദ്ദേഹം ഓങ്കോളജി, ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഈ ശാസ്ത്രം കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ 19 വയസ്സുള്ള മകൻ ഡിർക്ക് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് മരണപ്പെട്ടു. ഒരു 3 മാസം മുമ്പ് അയാൾക്ക് വെടിയേറ്റു, 19 വയസ്സുള്ള ഡിർക്കിന്. അതിന് ശേഷം അയാള് ഡോക്ടർ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ശുശ്രൂഷിച്ചു, പതിപോലുള്ള ഓപ്പറേഷൻ ഇതെല്ലാം ചെയ്തു. പക്ഷെ മരിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ ടെസ്റ്റിക്കിൾസിൽ, വൃഷണത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന മുഴയുണ്ടായി. അത് പോയി ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ജർമ്മൻ മനസ്സ് ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ക്യാൻസർ ഉണ്ടായത്? അങ്ങനെയാണ് ഈ ശാസ്ത്രം ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്ന 5 ജൈവിക നിയമങ്ങൾ എന്ന് പറയുന്ന ഈ ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHK എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഈ ജർമാനിക് ഹീലിംഗ് നോളജ് അല്ലെ ജർമാനിഷ് ഹയൽക്കുണ്ടെ എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഈ 5 ലോയാണ്. ഇത് പ്രകൃതി നിയമമാണ്. ഏത് രോഗങ്ങളിലും നിങ്ങൾ കമ്പൽസറിലി ആയിട്ട് നിർബന്ധമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന 5 ജൈവിക നിയമങ്ങളെ കുറിച്ചാണ് ഡോക്ടർ IKG ഹാമർ പറഞ്ഞത്. അപ്പൊ അതിന്റെ 1ാമത്തെ ലോ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതാണ് എല്ലാ രോഗങ്ങളും, 100% ഓഫ് ദി സോ കോൾഡ് ഡിസീസസ് എന്ന് വെച്ചാൽ ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന 100% രോഗങ്ങളുടെയും കാരണം മാനസികമായിട്ടുള്ള അല്ലെ മനസ്സിന്റെ തലത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ് എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ഹാമർ ലോകത്തിന് തന്ന ഫസ്റ്റ് ബയോളജിക്കൽ ലോ. അത് ക്യാൻസറിൽ നിന്നും ചർച്ചയും ചിന്തകളും പഠനങ്ങളും തുടങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിന് അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്നാണ് അതിനെ വിളിച്ചത് ആദ്യകാലത്ത്. പിന്നെ അദ്ദേഹം മനസ്സിലാക്കി എല്ലാ രോഗങ്ങളിലും ഈ റൂൾ ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ ഒരു ബയോളജിക്കൽ കോസ് ഉണ്ട്, അല്ലെ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കോൺഫ്ലിക്ട്സ് ആർ ഓൾവേസ് നോട്ട് ഓൺ ദി ബോഡി,
നോട്ട് ഇൻ ദി ബ്രെയിൻ ബട്ട് ഇൻ ദി സൈക്കി. സൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപബോധ മണ്ഡലം എന്ന് പറയാം, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, സോൾ എന്ന് പറയാം, സ്പിരിച്വൽ എന്ന് പറയാം. ഹോമിയോപ്പതി ഡോക്ടേഴ്സായി ഞങ്ങൾ അതിനെ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയാം. അത് മെന്റൽ മൈൻഡിന് തന്നെ 3 തലമുണ്ടെന്ന് നമ്മൾ പറയുന്നു. കോൺഷ്യസ് മൈൻഡ്, ജമ്പിങ് മൈൻഡ്, അല്ലെ മങ്കി മൈൻഡ് എന്നൊക്കെ പറയും. സബ് കോൺഷ്യസ് മൈൻഡ്, അതിനെക്കുറിച്ച് നമ്മുടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അവയർനെസ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് സ്റ്റേജ് ഉണ്ട്, അതിനെക്കുറിച്ചല്ല പറയും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സുകളാണ് 100% ഓഫ് ഡിസീസസ്. അതിന് 3 എക്സെപ്ഷൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. ഒന്ന് ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി, അല്ലെ ഫിസിക്കൽ ഇഞ്ചുറി, ആക്സിഡന്റ്, പോയിസണിങ്, എന്തെങ്കിലും ഇഞ്ചുറി, തട്ടുക, മുട്ടുക, വീഴുക, തീ പിടിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കുന്ന ശാരീരികമായി നമ്മൾ ആശുപത്രിയിലായേക്കാം. അതൊന്നും രോഗമല്ല, അത് ആക്സിഡന്റ് ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. രണ്ടാമത്തെ റിയൽ മാൾ ന്യൂട്രീഷൻ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിലായേക്കാം, നമുക്ക് ഇൻഫ്യൂഷൻസ് വേണ്ടി വന്നേക്കാം, റീപ്ലേസ്മെന്റ് വേണ്ടി വന്നേക്കാം. ഇത് ഒന്നും രോഗമല്ല. മറ്റത് പോയിസണിങ് ആണ്, അതായത് അനിമൽ പോയിസണിങ് ഉണ്ട്, ഫിസിക്കൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം നല്ലതല്ല, അത് പക്ഷെ രോഗമുണ്ടാക്കത്തില്ല. അതിനെയാണ് ഇന്ന് രോഗം എന്ന് വിളിക്കുന്നത്, പക്ഷെ അത് രോഗമുണ്ടാക്കത്തില്ല. അത് നല്ലതാണെന്നല്ല പറയുന്നത്, അതെല്ലാം നമുക്ക് സിംറ്റംസ് ഉണ്ടാക്കിയേക്കാം, പക്ഷെ അതൊന്നും രോഗമുണ്ടാകില്ല. ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ഈ നാച്ചുറൽ ഡിസീസ് ഉണ്ടാകണമെങ്കിൽ 100% സൈക്കിക് കോൺഫ്ലിക്ട്സ് ഉണ്ടാകണം എന്നുള്ളതാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തോട് പറഞ്ഞത്. അപ്പൊ അതിന് കൃത്യമായ ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ആൻ അക്യൂട്ട് എക്സ്പീരിയൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അക്യൂട്ട്, സഡൻ, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം. നമ്മളിങ്ങനെ നേരത്തെ കൂട്ടി കാലേ കൂട്ടി പ്രതീക്ഷിച്ചിരിക്കുന്നതിനൊന്നും ഈ ഷാർപ്പായിട്ടുള്ള അക്യൂട്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. പിന്നെ ഐസൊലേറ്റിംഗ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം ദി അതർ തിങ്സ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരോടും ഷെയർ ചെയ്യാതെ ഈ വ്യക്തി തന്നെ അനുഭവിക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് വേറൊരാളോട് പറഞ്ഞാൽ ഡൈല്യൂട്ട് ആയിപ്പോയി. പക്ഷെ ഈ വ്യക്തി ഇത് തന്നെ ആയിക്കൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ്, അതാണ് സൈക്കിക് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അക്യൂട്ട് ആയിരിക്കണം, അത് സിവിയർ ആയിരിക്കും. ഒരു ട്രൈഫിൾസ് അല്ലെങ്കിൽ ഒരു സില്ലി അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് എന്നൊക്കെ പറയും. ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് റുട്ടീനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അതൊന്നുമല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അക്യൂട്ട് ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് സൈക്കിക് ലെവലിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ വിളിക്കുന്ന രോഗം എന്നുള്ള പ്രതിഭാസം ഉണ്ടാകത്തുള്ളൂ. ഒരു ഡ്രമാറ്റിക്, ഐസൊലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഷെയർ ചെയ്യാതെ ഇയാൾ തന്നെ അനുഭവിക്കുന്നതിനാണ് ഐസൊലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പാക്ട് ഇമ്മീഡിയറ്റ്ലി ഇൻ ദി സൈക്കിയാണ്. സൈക്കി മീൻസ് സബ് മൈൻഡിൽ. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് അത് ബ്രെയിനിൽ അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവും. യു ജസ്റ്റ് ഇമാജിൻ ആസ് എ ട്രയാഡ്, അല്ലെങ്കിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട കോമ്പോണന്റ് ഉള്ള ഒരു ഓർഗാനിസമാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ. എന്നാൽ നമുക്ക് മനസ്സുണ്ട്. മനസ്സെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നെ ശ്രവിക്കുന്നവർ, ആദ്യമായിട്ട് കേൾക്കുന്നവർ പറയുന്നത് തലയ്ക്കകത്താണ്, അല്ലെ തലച്ചോറിലാണെന്ന് പറയും. തലച്ചോറ് മുഴുവൻ തപ്പി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് ഈ ലോകത്തുള്ള ഒരു ലാബോറട്ടറിയിലോ ഒരു മെഡിക്കൽ കോളേജിലോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രൂപരേഖ തരത്തില്ല. അതുകൊണ്ട് തന്നെ അത് ബ്രെയിനിലല്ല, പക്ഷെ ഇറ്റ് ഈസ് ആക്ടിങ് ത്രൂ ദി ബ്രെയിൻ. ആ ബ്രെയിനിൽ ഇങ്ങനെ വ്യാപകമായിട്ട് അങ്ങനെയല്ല, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ബ്രെയിനിലുണ്ട്. അത് എംബ്രിയോളജിക്കൽ നോളജും എവല്യൂഷണറി നോളജും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ബ്രെയിനിന്റെ 4 ഭാഗം, അതായത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം, സെറിബ്രൽ കോർട്ടെക്സ് സെറിബ്രൽ മെഡുല എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗം, സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന 4 ഭാഗത്തും പ്രത്യേക ഏരിയ ഫോർ പ്രത്യേക ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സിനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഓരോ സെൽസും ഓരോ ഓർഗനും ഓരോ ടിഷ്യൂവിലും അത് ബാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ട്രയാഡ് അല്ലെങ്കിൽ ഈ സിങ്ക്രോണിസിറ്റി ഓഫ് ദി സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി, ഇതാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിന് സമ്മാനിച്ച അറിവ്. ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലാതെ വെറുതെ വാചകം പഠിക്കുകയല്ല. നമ്മുടെ ബ്രെയിൻ CTയിൽ അത് കാണും. അതിനെ ഡോക്ടർ ഹാമർ വിളിച്ചത് ഹാമർ ഫോക്കസ് എന്നാണ്. ഹാമർ ഫോക്കസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അയാളെ കളിയാക്കി. അയാൾ പറഞ്ഞ് എല്ലാവരും കളിയാക്കി ഞാൻ ഏറ്റെടുത്തോളാം, എൻ്റെ പേരിൽ തന്നെ അതിരിക്കട്ടെ.
അതുപോലെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, കിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടു ട്രിഗർ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാമിനെ അദ്ദേഹം വിളിച്ച് DHS എന്നാണ്, ഡിർക്ക് ഹാമർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ, മരിച്ചുപോയ മകന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ DHS എന്നും, അത് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെ ഹാമർ ഫോക്കസ് അല്ലെങ്കിൽ HH എന്നും, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് പ്രോഗ്രാമിനെ SBS സ്പെസിഫിക് അല്ലെ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്നും അദ്ദേഹം വിളിച്ചു. എന്ന് പറഞ്ഞാൽ ചുരുക്കം, രോഗം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന് മൈൻഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ വൈറ്റ് ഫോഴ്സ്, അതിന് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് കോൺഫ്ലിക്ട്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രിഗർ ചെയ്യുന്നത്. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് മറ്റ് രണ്ട് ഭാഗങ്ങളിലും ഒരേപോലെ കാണിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം ബ്രെയിൻ ആണ്. അതിൻ്റെ അകത്താണ് കൺട്രോൾ സ്റ്റേഷൻ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ CPU പ്രോസസ്സർ ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള, അല്ലെ നമ്മുടെ തലയ്ക്കകത്തുള്ള ബ്രെയിനാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേതാണ് നമ്മുടെ ബോഡി വലുതാണ്, ബോഡി കാണാൻ പറ്റും, ബോഡി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എക്സ്റേ എടുക്കാൻ പറ്റും, എക്സ്റേ ഇമേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ CT സ്കാൻ എടുത്താൽ കിട്ടും, അൾട്രാസൗണ്ട് ചെയ്താൽ കിട്ടും, ബ്ലഡ് പരിശോധിച്ചാൽ കിട്ടും എന്നുള്ളത് കൊണ്ട് ബോഡിയിൽ മനസ്സ് കാണാൻ പറ്റത്തില്ല. പക്ഷേ മനസ്സിലുള്ളത് മുഴുവനാണ് ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ആ കാര്യമാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തോട് പറഞ്ഞ കാര്യം. ഇനി ഏതെല്ലാം കാര്യങ്ങളാണ് കോൺഫ്ലിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമുണ്ടാക്കുന്നത്? ഇറ്റ് ഷുഡ് ഹാവ് എ വെരി സ്പെസിഫിക് ക്യാരക്ടർ. എന്താണത്? അത് സാധാരണയുള്ള ഒരു ഇവന്റ് അല്ല. ആ കോൺഫ്ലിക്റ്റ് രോഗമുണ്ടാക്കണമെങ്കിൽ അത് സാധാരണ, ഇന്ന് ഞാൻ രാവിലെ എണീറ്റപാടെ അയ്യോ ഇന്ന് കഞ്ഞി വെച്ചില്ല, അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഭക്ഷണം ഉണ്ടാക്കണം, അയ്യോ ഇന്ന് വണ്ടി ഓട്ടോറിക്ഷ വരുമോ, ബസ് വരുമോ, സ്കൂൾ ബസ് വരുമോ, ഇതൊക്കെ നമ്മുടെ ഡെയിലി സ്ട്രെസ്സാണ്. അതൊന്നും രോഗം ഉണ്ടാക്കത്തില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് എ പ്രോഗ്രാം റണ്ണിങ് ത്രൂ ദി 3 levels ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഈസ് കോൾഡ് ഡിസീസ്. അപ്പോൾ അതിനൊരു ബയോളജിക്കൽ മീനിങ് ഉണ്ട്. ഈ ബയോളജിക്കൽ മീനിങ് നമ്മുടെ ഈ ജൈവികമല്ല, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന, അല്ലെ ദൈവം എന്നോ പ്രകൃതി എന്നോ എന്താണെങ്കിലും ആ ഒരു ഇൻഫിനിറ്റ് പവർ അത് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ജന്മം കൊള്ളുന്ന നിമിഷം, ഹാഫ് സെൽ ഓഫ് ദി ഫാദർ ആൻഡ് ഹാഫ് സെൽ ഓഫ് ദി മദർ ഇൻ ദി ഫോം ഓഫ് സൈഗോട്സ് അല്ലെങ്കിൽ സ്പേമും ഓവവും കൂടെ ചേർന്നിട്ട് ചെയ്യും. ആ മൊമെന്റിൽ ഈ പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു. thereafter every development, intrauterine or extrauterine, അല്ലെങ്കിൽ ഏത് അവസാനം വരെയും നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അതുകൊണ്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ദിസ് എ പ്രോഗ്രാം in order to help us to survive in this world for our performance. എന്താ പറയുക, നമ്മൾ നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ മനസ്സിലാക്കാത്ത, ഈ മനസ്സെന്ന് പറയുന്നതിനെ കാണാൻ പറ്റത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പ്രമുഖരായിട്ടുള്ള കൺവെൻഷണൽ മെഡിസിൻ ഈ പറയുന്ന ഭാഗത്തെ, ഈ പറയുന്ന ഓർഗനെ അല്ലെ ഈ പറയുന്നതിനെ ടോട്ടലി ഇഗ്നോർ ചെയ്തിട്ട് they are confining or defining everything into the physical level. അതുകൊണ്ട് ഇത് പഠിക്കാനായി ഇതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതല്ല ശരി. നമ്മുടെ മനസ്സിനെയും കൂടെ പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് രോഗത്തിന്റെ യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ GNMന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കോൺഫ്ലിക്റ്റ് അല്ല അതിന്റെ ഔട്ട്കം തീരുമാനിക്കുന്നത്. ഹൗ ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് പെർസീവിങ് ദാറ്റ് പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു ദിവസം സുപ്രഭാതത്തില് ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് ഭാര്യ അറിയുന്നു. കയ്യിൽ കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുന്ന അമ്മയ്ക്കുണ്ടാകുന്ന സംഘർഷം അത് പല വിധത്തിലുള്ളതാവാം. നാളെ മുതൽ എന്നെ സ്പർശിക്കാൻ ആരുമില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്കിന്നിൽ അസുഖം വരാം. നാളെ എനിക്ക് അയാൾ ഭക്ഷണം തരുന്നത് എന്ന് വിചാരിച്ച് ദാരിദ്ര്യമാകുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലിവറിൽ അസുഖം വരാം. നാളെ മുതൽ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, ഞാൻ വിധവയായി, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ്, സമൂഹം എന്നെ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അയാളുടെ കിഡ്നിയിൽ അസുഖം വരാം. ഞാൻ ചെറുപ്പക്കാരത്തെയാണ്, മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലങ്സിൽ അസുഖം വരാം. അങ്ങനെ എല്ലാ രീതിയിലും അസുഖം വരാം. പക്ഷെ ഈ വ്യക്തി, ഈ സ്ത്രീ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് എല്ലാ രോഗങ്ങളും വരുന്നത്. അതുകൊണ്ട് നമ്മൾ രോഗിയെ പഠിക്കുമ്പോൾ ആ കാണിക്കുന്നത്, അതായത് ബോഡി ലെവലിലെ മാനിഫെസ്റ്റേഷൻ അല്ല പ്രധാനം, അത് മൈൻഡ് തലത്തിൽ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ സൈക്കിക് ആൻഡ് ബയോളജിക്കൽ യൂണിറ്റിയെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ലോകത്തിൽ ഡോക്ടർ ഹാമർ സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ്സ് എ ട്രയാഡ് സിൻക്രോണസ് ആക്ടിവിറ്റി ഓഫ് മൈൻഡ്, ബ്രെയിൻ ആൻഡ് ബോഡി.
ഇത് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാകാൻ സാധ്യമുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പൊ സൈക്കി, മനസ്സിൽ ഉണ്ടാകുന്ന അഫെക്ഷൻ ബ്രെയിനിലും ബോഡിയിലും ഉണ്ടാകും. അപ്പോൾ ബ്രെയിനിനെ വേറെയായിട്ട്, ബോഡിയെ വേറെയായിട്ട്, മൈൻഡിനെ വേറെയായിട്ട് കാണാൻ പറ്റുന്ന സിംഗിൾ യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് നമ്മൾ ഈ പെർസീവ് ചെയ്യുന്നത്? ബിക്കോസ് ഓൾ ദീസ്, എന്താ പറയുക, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെംപ്ലേറ്റ് എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോം അവിടെ ഉണ്ട്. ഹൗ ദിസ് വിൽ ബി പെർസീവ്ഡ് ആൻഡ് അപ്ലൈഡ്, സ്റ്റോർഡ് ഇൻ ദാറ്റ് ടെംപ്ലേറ്റ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് എങ്ങനെ നമ്മൾ ആ ഒരു പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിന്റെ ഒക്കെ ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ സേവ് ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യം എങ്ങനെയായിരിക്കും, പട്ടിണി എങ്ങനെയായിരിക്കും, എന്നെ ലീവ് ചെയ്താൽ എങ്ങനെയായിരിക്കും, അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള അവയവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഹാർട്ടിന് ഫംഗ്ഷൻ ഉണ്ട്, ലിവറിനൊരു ഫംഗ്ഷൻ ഉണ്ട്, കിഡ്നിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലങ്സിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഈ ഫംഗ്ഷൻ, ഡിസ്ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഗതിയില്ല. എല്ലാം നമുക്ക് ആവശ്യമായ സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ അതിജീവിക്കാനുണ്ട്. ഈ സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂമൻ ഓർഗാനിസം അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഭഗവാനെന്നും ദൈവമെന്നും അള്ളാഹെന്നും എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. അപ്പൊ രോഗത്തിനെ വിളിക്കുന്നത്, അതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഡിസീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അല്ലെ പത്തോളജി എന്ന് പറയുന്ന വാക്ക് GNM-ലില്ല. ദീസ് ആർ ഓൾ പ്രോഗ്രാംസ്, SBS എന്നാണ് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് അല്ലെ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ, SBS എന്നാണ് എല്ലാ രോഗത്തെയും വിളിക്കുന്നത്. അവിടെ ഒരു മാൾ ഫങ്ഷൻസ്, അലോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്, പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രോഗവും എന്താണ്? മാൾ ഫങ്ഷൻസ്. സോഡിയം താഴെ പോയി, ഷുഗർ അങ്ങ് പൊങ്ങി മുകളിലെത്തി, പ്രഷർ അങ്ങ് മുകളിലെത്തി, കൊളസ്ട്രോൾ കൂടുതലായി, ഇങ്ങനെയല്ല രോഗം വരുന്നത്. ഇതെല്ലാം ബോഡിയുടെ സർവൈവലിന് വേണ്ടിയിട്ട് അക്കോർഡിംഗ് ടു ദി പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഇൻ ദാറ്റ് ഇൻഡിവിജ്വൽ ബോഡി ഈസ് റിയാക്ടിങ്. അതിനൊക്കെ മീനിങ് ഉണ്ട്. ആ മീനിങ് കിടക്കുന്നത് മൈൻഡിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദിസ് ഹ്യൂമൻ ബീയിങ് ഹു ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, in front of a doctor, is not exclusively a physical entity. He has got psychic, brain and body components. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാൾ ഫംഗ്ഷൻ എന്നുള്ള ഒരു വാക്ക്, അതായത് ഫംഗ്ഷൻ ശരിയല്ല. അയ്യോ BP കൂടിപ്പോയി, ഷുഗർ കൂടിപ്പോയി, പനി പിടിച്ചു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ വന്നു, ഷുഗർ പിടിച്ചു, ഇങ്ങനെ ഒരു പിടുത്തവും വലിയ വരവും പോക്കും ഒന്നുമില്ല. എല്ലാം നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസിനനുസരിച്ചിട്ടാണുള്ളത്. എല്ലാ രോഗങ്ങൾക്കും ഈ പ്രോഗ്രാമിന്റെ 2 ഭാഗമുണ്ട്. ഒന്ന് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആൻഡ് അതർ ഈസ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്. ആക്റ്റീവ് ഫേസിലും സിംറ്റംസ് ഉണ്ടാകാം, ഹീലിംഗ് ഫേസിലും ഉണ്ടാകും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ്, നമ്മൾ അറിയപ്പെടുന്ന രോഗത്തിന്റെ പേരിലുണ്ടാകുന്ന മിക്കവാറും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകുന്നത് ഹീലിംഗ് ഫേസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കി ആസ്വദിച്ചിരുന്നാൽ മതി. നമ്മുടെ പനിയും പോകും, ചുമയും പോകും, ഛർദിയും പോകും, വയറിളക്കവും പോകും, നീരും പോകും, ചൂടും പോകും, എല്ലാം പോകും. പക്ഷെ ഒരു കുട്ടിക്ക് പനി വന്ന അമ്മ ഇങ്ങനെ തൊട്ടുകൊണ്ടെങ്കിൽ പേടിക്കുവാണ്. അപ്പൊ അത് അഡീഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോഴാണ് ആ പനി ആവശ്യത്തിൽ കൂടി നീണ്ടു പോകുന്നത്. അല്ലെങ്കിൽ ഒരു വശത്തു നിന്ന് വേറൊരു രോഗത്തിലേക്ക് അതിന്റെ സ്റ്റേജ് മാറുന്നു, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്നറിയപ്പെടുന്ന സെക്കൻഡറീസ് ആയിട്ടുള്ള കോമോർബിഡിറ്റീസ് എന്നൊക്കെ പറയുന്ന, അതിനെ തുടർന്ന് വരുന്ന പലതും അതിൻ്റെ കൂടെ സംഭവിക്കുന്നത് അഡീഷണൽ ആയിട്ട് സൈമൾട്ടേനിയസ് ഉണ്ടാകുന്ന അതർ കോൺഫ്ലിക്ട്സ് ആണ് അതിന് കാരണം. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പഠിച്ചുള്ള ഡോക്ടേഴ്സിന് അറിയാം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ഡോമിനന്റ്. ഹീലിംഗ് ഫേസിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ഡോമിനന്റ്. അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും കാണിക്കും. ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ദാറ്റ് കോൺഫ്ലിക്റ്റ്, വി വിൽ ലൂസ് അവർ അപ്പിറ്റൈറ്റ്, വി വിൽ ലൂസ് അവർ സ്ലീപ്പ്, നമ്മുടെ അങ്ങനെ സിംറ്റംസ് ഉണ്ട്. ആങ്സൈറ്റി, നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ മൈൻഡ് ഈസ് ഓൾവേസ് എൻഗേജ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ്. ഹീലിംഗ് ഫേസിലാകുമ്പോൾ ദാറ്റ് മീൻസ് വി ഹാവ് ഓൾറെഡി അച്ചീവ്ഡ് ഹീലിംഗ്. അപ്പോൾ റിസൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കി സമാധാനമായിട്ട് ഇരിക്കുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ്, പനി ഉണ്ടാകുന്നത്, ക്ഷീണം ഉണ്ടാകുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്, ചൊറിച്ചിൽ ഉണ്ടാകുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ചൊറിച്ചിൽ വന്നാൽ അതെങ്ങനെ മാറ്റാമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ നമ്മളെ ചിന്ത പോകുന്നത്. അല്ല, ക്ഷീണം വന്നാൽ എന്ത് ചെയ്യണം? അയ്യോ ഭയങ്കര ക്ഷീണമാണ്. ഓക്കെ, ആ ക്ഷീണം കഴിയും. ഒരു മഴയും തോരാതെ ചെന്നിട്ടില്ല. ഞാൻ ഒത്തിരി ക്ലാസ്സിലെടുത്തിട്ടുള്ള വാക്ക്, ഒരു മഴയും തോരാതെ കഴിയും. നിങ്ങൾ പേടിക്കാതിരുന്നാൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ക്ഷീണം മാറും, നിങ്ങൾ പഴയ പോലെ ഉഷാറായിട്ട് നിങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഒരു വേദനയായാലും നീരായാലും ക്ഷീണമായാലും എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രകൃതി, ദൈവം നമ്മളുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭയങ്കര അറിവാണ്.
അപ്പോൾ ഹീലിംഗ് നടക്കണമെങ്കിൽ എല്ലാം സൗഖ്യമാകുന്നതോടുകൂടി ആ ആളുടെ കോൺഫ്ലിക്റ്റിന്റെ ആക്ടിവിറ്റി സ്റ്റോപ്പായി അയാൾ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നും കൂടിയുണ്ട് അതിനർത്ഥം. അപ്പോ ഈ കോൺഫ്ലിക്റ്റ് തീം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതാണ് നമ്മുടെ ഏത് അവയവത്തിൽ രോഗം ബാധിക്കണം, അല്ലെങ്കിൽ രോഗത്തിലെ ലക്ഷണങ്ങൾ കാണിക്കണം, കിഡ്നിയിലാണോ, ലങ്സിലാണോ, സ്കിന്നിലാണോ, മസിൽസിലാണോ, ബോണിലാണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് ആ കോൺഫ്ലിക്റ്റ് ഒരു വ്യക്തി കണ്ടത്, പെർസീവ് ചെയ്തത് എന്നാണ്. ഞാൻ നേരത്തെ ഹസ്ബൻഡ് വേറൊരു പെണ്ണിന്റെ കൂടെ പോയ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞ പോലെ, ഹൗ ഐ ആം സീയിങ് ദാറ്റ് പർട്ടിക്കുലർ സിനേറിയോ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. That can be different from person to person. അത് തന്നെയാണ് ഞങ്ങൾ ഹോമിയോപ്പതി പഠിക്കുന്നത്. Individualization, how we are perceiving, that all depend upon the miasm within us, how we will be, training, our values, our morals. ഇതെല്ലാം കൂടെ തീരുമാനിക്കുന്നതാണ് നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രോഗി കാണുന്നു എന്നുള്ളത്. അത് സിംറ്റംസിനെ സപ്രസ് ചെയ്യലല്ല, അതിനെ മനസ്സിലാക്കിയാൽ മതി, അതിന് അതിൻ്റെതായ സമയം കൊടുത്തു കഴിഞ്ഞാൽ മതി, രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നതിൻ്റെ നമുക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. അപ്പോ ചുരുക്കം ഇതാണ്, രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ മീനിങ്ഫുൾ, beneficial, and everything goes with the nature. There is nothing wrong with the nature. Mother nature never goes wrong. അല്ലെങ്കിൽ നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന, നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു ലക്ഷണവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് വേദന തോന്നും, അല്ലെങ്കിൽ നമുക്ക് നീരുണ്ട്, ചൂടുണ്ട്, പനിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാകേണ്ട. ദേ ആർ ഓൾ ഹീലിംഗ് സിംറ്റംസ്. നമ്മളെ ലക്ഷണങ്ങൾ ആക്റ്റീവ് ആകുന്ന സമയത്തുള്ള ലക്ഷണങ്ങളുണ്ട്. സോ ബെറ്റർ വി ക്യാൻ റിസോൾവ് ദോസ് കോൺഫ്ലിക്ട്സ്. ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞത്, ഫോർ ദി റെസൊല്യൂഷൻ ഓഫ് എവറി കംപ്ലൈന്റ് യു ക്യാൻ accept either the psychic resolution, or if that is not successful or if it's failing, then you can go for spiritual resolution. എൻ്റെ എല്ലാ കേസുകളിലും ഞാൻ ആ ഒരു ഏരിയ സ്പർശിച്ചിട്ടാണ് ഞാൻ എല്ലാ രോഗികളെയും ചികിത്സിക്കുന്നത്. ബിക്കോസ് മെനി ഓഫ് ദി കംപ്ലൈൻറ്റ്സ് ആർ ഹാപ്പനിങ് because they don't have a real belief in God or faith in God. അല്ലെങ്കിൽ ദൈവം എന്നെ കാക്കുന്നില്ല, അയ്യോ ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യും, അയ്യോ ഇന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന കരഞ്ഞു, കാരണം ഞാൻ ചുമ്മാ ഒരു വാക്ക് പറഞ്ഞു, ഈ അമ്മയും മരിക്കും, അത്രയും പറഞ്ഞതേ ഉള്ളൂ, അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വരാമെന്ന്. അവള് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അമ്മ മരിക്കുന്നു. അമ്മയ്ക്ക് 45 വയസ്സായി, മോൾക്ക് 20 വയസ്സായി, അമ്മ മരിക്കുന്നേ, അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അവൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ടിവിറ്റി ഫ്രോം ദി നമ്മൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന മതവിശ്വാസമൊന്നുമല്ല, സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏത് സ്പിരിച്വാലിറ്റിയിലും ഉള്ളതാണ് ഒരു ഒരു പരമാത്മ, ജീവാത്മ, അല്ലെങ്കിൽ സോൾ ആൻഡ് ഗോഡ് റിലേഷൻ. ഇത് എല്ലാ മതത്തിലും എല്ലാ സ്പിരിച്വാലിറ്റിയിലുമുള്ള കാര്യം. അതിന് യഥാർത്ഥത്തിലുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ബി ഓൾവേസ് ബി കണക്റ്റഡ് വിത്ത് ദി ഇൻഫിനിറ്റ്. അപ്പോൾ ആ ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നിയാൽ വി ഡോണ്ട് നീഡ് ടു ബി വറീഡ്, വി വിൽ ഡൈ. ദൈവം തീരുമാനിച്ച സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മരിക്കും. ആ മരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കുക, മരിക്കും. പക്ഷെ നമ്മൾ അകാലത്തിൽ മരിക്കത്തില്ല. അത് ഞാൻ ഒത്തിരി ക്ലാസ്സിൽ പറഞ്ഞതാണ്. എൻ്റെ ഞാൻ അറിയുന്ന ഒരു വൈദ്യം പറയുന്നതാണ്, മൂപ്പത്താത്ത മരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് മുഴുവൻ മൂപ്പത്താത്ത മരണമാണ്. മൂപ്പെത്തിയിട്ട് നമ്മളിപ്പോ ഒരു പ്ലാവിന്റെ ചക്ക പറിക്കേണ്ട സമയത്ത് പറിച്ചില്ല, അല്ലെങ്കിൽ വേവിക്കാനായിട്ട് എടുത്തില്ല, പഴുത്തപ്പോഴും തിന്നണ്ടെന്ന് വെച്ചു, അവത്തെ കുറെ നാൾ നിന്ന് കഴിഞ്ഞാൽ താഴെ വീഴും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയുടെ ഒരു ഭാഗമായി മണ്ണും പൊടിയായിട്ട് നമ്മൾ മാറും. അത് ദൈവം തീരുമാനിച്ച, അല്ലെ പ്രകൃതി തീരുമാനിച്ച സമയത്തുള്ള മരണമാണ്. മൂപ്പത്താത്ത മരണം എന്താണ്? എല്ലാ ചൈൽഡ്ഹുഡ് ഡെത്ത്സ് അല്ലെങ്കിൽ യങ് ഡെത്ത്സ്. ഈ കേരളത്തിലുള്ള നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കലാകാരനെ കഴിഞ്ഞ ദിവസം മരിച്ചു. മൂപ്പത്താത്ത മരണമാണ്, വെറും 50 years ആയിട്ടുള്ള മരണപ്പെട്ടു. അതിന്റെ കാരണങ്ങളെല്ലാം കോൺഫ്ലിക്റ്റ് നമ്മളാരും അറിയുന്നില്ല. നമ്മൾ പല തിയറീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കെമിക്കൽ പോയിസണിങ് കൊണ്ട് മരണം സംഭവിക്കാം. ദാറ്റ് ഈസ് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന ഡെത്താണ്. അപ്പൊ എല്ലാം ബയോളജിക്കലി മീനിങ് ആണ്. അതിനകത്ത് ആക്സിഡൻസ് ഒന്നും ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദർ ഇസ് നത്തിങ് ആക്സിഡന്റൽ. എവറിഥിങ് ഈസ് ഡിസൈൻഡ്, എവറിഥിങ് ഈസ് പ്ലാൻഡ്, എവറിഥിങ് ഈസ് മോണിറ്റേർഡ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓരോ രോഗത്തിന്റെയും കാരണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾ പഠിക്കണം എന്ന് പറയാനായിട്ടാണ് ഞാൻ ചാറ്റ് ബോക്സിൽ 2 അഡ്രസ് ഇട്ടുണ്ട്, ലിങ്ക് ഓഫ് 2 വെബ്സൈറ്റ്സ്. വൺ ഈസ് ഓഫ് മൈ ടീച്ചർ കാരോളിൻ മാർക്കോലിൻ, ദി ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ ഹാമർ. I happen to be, or I was fortunate to be the disciple of Caroline. പിന്നെ number 2 is our own website, www.globalghk
gnm.com, അത് റിനോവേഷനിലാണ്. പിന്നെ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും അത് കോപ്പി ചെയ്യുക, നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് തന്നെ വിളിക്കാം. പേഴ്സണലായിട്ട് ഐ വിൽ ബി അവൈലബിൾ ഫോർ ക്ലാരിഫൈങ് ഓൾ യുവർ ഡൗട്ട്സ് എനി ടൈം. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ മാത്രം പറയുന്ന ഒരു ശാസ്ത്രമാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കൺവെൻഷണൽ മെഡിസിൻ, അല്ലെങ്കിൽ ഹോമിയോപ്പതിക്കാരായ ഞങ്ങളൊക്കെ അലോപ്പതി എന്ന് വിളിക്കുന്ന ശാസ്ത്രം. ഓൺലി ഫിസിക്കൽ. അതിന് വളരെ മിടുക്കരാണ് അവർ. എല്ലാ സെല്ലുകൾ വരിച്ചു പെറുക്കി അതിൻ്റെ എല്ലാ കെമിക്കൽ എല്ലാം അറിയാം, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ബട്ട് നത്തിങ് അബൌട്ട് ദി സ്പിരിറ്റ് ഓർ ദി മൈൻഡ് ഓർ സൈക്കി ഓർ ദി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു ചർച്ചയില്ല. നിങ്ങളുടെ ഏത് രോഗം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു ഫിസിക്കൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഞാൻ ഈ കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ് ഇന്നത്തെ സമയം എടുക്കുന്നത്. അതായത് ഈ കാരണങ്ങളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഇതൊന്നുമല്ല റിയൽ കോസ് ഓഫ് ഡിസീസ് എന്നും അത് സൈക്കിക് കോസ് മാത്രമാണെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിന്റെ ടോപ്പിക് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ബയോ സൈക്കോ സ്പിരിച്വൽ എൻറ്റിറ്റി. ഇത് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ചും അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന പല പല രോഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലാർജ് ഇന്റലിജന്റ് നാച്ചുറൽ ഓർഡർ, ഒരു ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇത് പഠിപ്പിക്കലല്ല, ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞുള്ള കാര്യമാണ്. മൈ പർപ്പസ് ഈസ് നോട്ട് ടു ടീച്ച് യു ബട്ട് ടു മോട്ടിവേറ്റ് യു ടു ഗോ ടു ദി ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സ്, അല്ല ഒറിജിനൽ ലിറ്ററേച്ചർ, ഒതന്റിക് ലിറ്ററേച്ചർ where from you can read. Now it is all available. നമുക്കെല്ലാം വെബ്സൈറ്റിൽ കിട്ടും. അതിൽ മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് എൻ്റെ ടീച്ചർ കാരോളിൻ്റെയാണ്. അത് ദാറ്റ് വിൽ ഗീവ് ആൻസർ ഫോർ ഓൾ. ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ളത് ഓരോ ഞായറാഴ്ചയും നടക്കുന്ന ക്ലാസ്സുകൾ. ഇപ്പൊ അടുത്ത ഞായറാഴ്ച, അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുവാണ്, 13th of August മുതൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടി, അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് മാത്രമേ, നേരത്തെ പറഞ്ഞു ഹോമിയോപ്പതി ബിലീവേഴ്സ്, ഹോമിയോപ്പതി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, ലവേഴ്സ് ഓഫ് ഹോമിയോപ്പതി, സ്റ്റുഡൻസ് ഓഫ് ഹോമിയോപ്പതി, അല്ല എന്തൂസിയാസ്റ്റ് ഓഫ് ഹോമിയോപ്പതി, അവർക്കെല്ലാം അറ്റൻഡ് ചെയ്യത്തക്ക രീതി ഫ്രീ എന്ന് വേണേൽ പറയാൻ, വെറും 2000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പാണ്. അവർക്കെല്ലാം ഇതിൽ വന്ന് പങ്കെടുക്കാവുന്ന ഒരു ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ്? 100% ഓഫ് all diseases are due to one or other conflicts happening in the psychic level, and that when manifested either in the brain or in the body, they are called the diseases. ഇവിടെ സൈക്കിക് ഡിസീസ് എന്നോ അല്ലെ സൈക്കോട്ടിക് ഡിസീസസ് എന്നോ മെന്റൽ ഇൽനെസ് എന്നോ പറയുന്നതെല്ലാം ഡോക്ടർ ഹാമർ ഇതേ ഫ്രെയിം വർക്കിൽ തന്നെ ഉൾപ്പെടുത്തി അദ്ദേഹം അതിനെ സ്കിസോഫ്രേനി കോൺസ്റ്റലേഷൻ എന്ന് വിളിച്ചു. അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കാരണം എല്ലാ മെന്റൽ ഡിസീസ്, ഇറ്റ്സ് നോട്ട് മെന്റൽ ഡിസീസ് അലോൺ. നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സ്, അതിന്റെ മെന്റൽ ഡിസീസ് എന്ന് ആരും പറയത്തില്ല. മൂഡ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ മേനിയ, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്ട്രീംസ്, ബൈപ്പോളാർ എന്ന് പറയും. അങ്ങനെ പറയുന്ന എല്ലാം. ഇപ്പൊ സ്കിസോഫ്രേനിയ എന്ന് നാട്ടുകാർ വിളിക്കുന്ന, അല്ലെ ജനങ്ങളെല്ലാം അറിയുന്ന സ്കിസോഫ്രേനിയ അല്ല ഡോക്ടർ ഹാമറുടെ സ്കിസോഫ്രേനിയ. അപ്പൊ അതിന്റെ കാരണവും കോൺഫ്ലിക്ട്സ് ആണ്, സൈക്കിക് കോൺഫ്ലിക്ട്സ് ആണ്. When more than one conflicts simultaneously affect both lobes of the brain. എന്താണ് കാരണം? അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഒന്ന് രണ്ട് ഹെമിസ്ഫിയർ ഓഫ് ദി ബ്രെയിനിലും സൈമൾട്ടേനിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ അവർ ബോഡി ലെവൽ റിഫ്ലക്ഷൻസ് മേ നോട്ട് ബി ദെയർ. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ അത് കാണിക്കണമെന്നില്ല, ബട്ട് ദാറ്റ് പേഴ്സൺ വിൽ ബിഹേവ് ആസ് എ മെന്റൽ പേഷ്യന്റ്. ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വിശദമായിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് എല്ലാ രോഗങ്ങളുടെയും, യു ക്യാൻ ഇമാജിൻ എനി ഡിസീസ്, അതിനെല്ലാം കാരണം സൈക്കിക് കോൺഫ്ലിക്ട്സ് ആണ് എന്നുള്ളത് ആണ് ഞാൻ ഈ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനിയുള്ള അരമണിക്കൂർ ഞാൻ ഉദ്ദേശിക്കുന്നത് 1, 2, 3 ആയിട്ട് നമ്മൾക്ക് അറിയുന്ന രോഗങ്ങൾ. ഇതൊക്കെ കേട്ടാൽ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നവർ നിങ്ങൾ ഞടുങ്ങും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒന്നുമല്ല രോഗത്തിന്റെ കാരണം. അപ്പോൾ എന്തെല്ലാം അല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അതിലെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാൻ പോവാണ്, ഇൻഫെക്ഷൻ തിയറി. അത് ഡോക്ടർ ഹാമർ വളരെ ഭംഗിയായിട്ട് റിഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? ദർ ആർ നോ കണ്ടേജിയസ് ഡിസീസ്. അതുകൊണ്ട് തന്നെ ദർ ആർ നോ എപ്പിഡമിക് ഡിസീസസ്.
ദർ ഇസ് നോ പാൻഡമിക് ഡിസീസ്, നോ ഇൻഫെക്ഷസ് ഡിസീസ്. ഒരാളിൽ നിന്നും ഒരു രോഗം വേറൊരാളിലേക്ക് പകരത്തില്ല എന്ന് ഡോക്ടർ ഹാമർ വളരെ ഭംഗിയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും, അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. കാരണം ഈ ലോകത്തിന് ചേർന്നതല്ല. കാരണം ഈ ലോകമെല്ലാം അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പോയി, ബാക്കി എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കി. എന്നിട്ട് ഒറ്റ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനായിട്ട് അതിൻ്റെ പ്രായോജകർ എന്ന് പറയുന്ന ഉപഭോക്താക്കൾ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അസത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരാനായിട്ട് വലിയ പ്രയാസമുണ്ട്. ഞാനും വിഷമിച്ച ഒരാളാണ്. പക്ഷെ ഇന്ന് എനിക്ക് 100% ബിലീഫുള്ള കാര്യമാണ്. നോ ഡിസീസ് ക്യാൻ മൈഗ്രേറ്റ് ഓർ ട്രാൻസ്ഫർ ഓർ ട്രാവൽ ഫ്രം മീ ടു യു. നിങ്ങളെ രോഗിയാക്കാനായിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സ്രവമോ ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ ഒരു ഫംഗസോ ഒരു മൈക്രോ ബാക്ടീരിയയോ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ അതുകൊണ്ട് അതിൻ്റെ കൊറോളറി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. മാസ്ക് ധരിക്കുന്നത്, കൈ കഴുകുന്നത്, സോപ്പിട്ട് കുളിക്കുന്നത്, നിലം തുടയ്ക്കുന്നത്, വീട് ഇത് പൊള്യൂഷൻ ഒഴിവാക്കുന്നത്. I don't mean to say that pollutions are not harmless, they are harmful, but that will not cause disease. Disease വരണമെങ്കിൽ നിങ്ങൾ ഒരു എപ്പിഡമിക്കിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെട്ടിരിക്കണം. അയ്യോ, കൊറോണ വരുന്ന ഒരു പൂച്ചണ്ട് പോലെ ഒരു കറങ്ങിത്തിരിഞ്ഞ സാധനം ഇങ്ങനെ ലോകം മുഴുവൻ വന്നു പേടിക്കാനായിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവരെല്ലാം പേടിക്കും, അവരെല്ലാം പേടിച്ചു, അവരെല്ലാം രോഗിയായി, അവരെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു പോയി. ഇനി അടുത്തത് വരും. അല്ലെങ്കിൽ ഇന്നും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്, അയ്യോ ഒരു ഇൻഫെക്ഷൻ പിടിച്ചു, ഇൻഫെക്ഷൻ അടിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ലാംഗ്വേജ്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനൻ്റ് മെഡിക്കൽ സിസ്റ്റം തറവായിട്ട് യാതൊരു ബിയോണ്ട് ഡൗട്ട് കൊണ്ട് നടക്കുന്ന ചില തിയറീസിനെ റിഫ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം വിശദീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ഒരു വിഷയം തന്നെ നമുക്ക് ഒരു ക്ലാസ്സിന് എടുക്കാൻ മാത്രമുള്ള സാധനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിന്റെ കാരണത്തെക്കുറിച്ച് പറഞ്ഞ് സൈക്കിക് കോസ് ആണ്. അതുകൊണ്ട് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുന്ന ഒരു ഇൻഫെക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ തിയറി ഈസ് എ ഫേക്ക് തിയറി, ബിലീവ് ഇറ്റ് ഓർ നോട്ട്. നിങ്ങളുടെ മനസ്സിൽ കൂടെ ധാരാളം ചോദ്യങ്ങൾ വരും. കോവിഡ് വരും, നിപ്പ വരും, ഇതെല്ലാം ഡെയിലി നമ്മുടെ രോഗികൾ ചോദിക്കുന്നു. അപ്പൊ നിപ്പയോ ഡോക്ടറെ, അപ്പൊ കോവിഡോ ഡോക്ടറെ, അപ്പൊ പട്ടി ഭ്രാന്തൻ നായയുടെ റാബീസോ ഡോക്ടറെ, എല്ലാം they are not infectious diseases, they are due to other conflicts. If there are symptoms which are pertaining to that particular diagnosis, അതെല്ലാം സൈക്കിക് റീസൺ കൊണ്ടുണ്ടാകുന്ന. അപ്പോൾ ബാക്ടീരിയ, മൈക്രോബാക്ടീരിയ, അല്ലെ ട്യൂബർക്കുലർ എന്ന് പറയുന്ന സാധനം, അല്ലെ ഫംഗസ്, അല്ലെ ഓർഡിനറി ബാക്ടീരിയ, അല്ലെ വൈറസ്, ദേ ആർ ഓൾ നോൺ ആസ് മോർബിഡ് കോസേഷൻസ് ഓഫ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ദേ കനോട്ട് മേക്ക് യു സിക്ക്. ദേ ആർ ഓൾ അവർ ഇൻഹാബിറ്റൻസ്. പല തിയറീസും നമ്മുടെ 1/10 വെയിറ്റ് ബൈ ബോഡി വെയിറ്റ് they are composed of these microbes എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നല്ലൊരു കിലോഗ്രാം തൂക്കം നമ്മുടെ ശരീരത്തിൽ ഈ മൈക്രോബ്സിനുണ്ട്. അവരുടേതായ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ, ദൈവം. എവിടെ? നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരെ പോയി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ഇരുത്താറില്ല. അപ്പോൾ ഒരു ബിഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഫോർ എക്സാമ്പിൾ എ ബിഗ് 5-star ഹോട്ടൽ, അതിനൊരു ഓണർ ഉണ്ടാവും, അതിനൊരു മാനേജർ ഉണ്ടാവും, അതിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അതിനൊക്കെ ഡിഫറെന്റ് സൂപ്പറിൻറ്റൻഡൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മാനേജർ ഉണ്ടാവും, അവിടെ മെയിൻ ഷെഫ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ സപ്ലയേഴ്സ് ഉണ്ടാവും, ക്ലീനേഴ്സ് ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ജോബ് ചെയ്യുന്നവരുണ്ടാവും. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടി അലോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ജീവികളാണ് മൈക്രോബ്സ്. They are not harmful, they are our faithful servants, destined or given with a particular duty in every so-called disease condition. അവർ നമ്മുടെ ശത്രുവല്ല, അവർ നമ്മുടെ മിത്രമാണ്. അവര് നമുക്ക് സ്കാവെഞ്ചേഴ്സ് ആയിട്ട് കൂട്ടാം. They take away the debris, they take away the waste, or they build up something that is required. അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അത് നമുക്ക് അനുകൂലമായിട്ട് മാത്രമാണ്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസംസ് ആർ നോട്ട് അവർ എനിമീസ്. They are not invaders. They are not coming into your system through the air, through the water. വെള്ളത്തിലൂടെ ഒന്നുമില്ല, വായുവിലൂടെ ഒന്നുമില്ല.
കൈ കഴുകാത്തതിലൂടെ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിരിക്കും, ആദ്യമായിട്ട് ഈ ക്ലാസ് കൂടുന്നവർക്കെല്ലാം ഷോക്കിംഗ് ആയിരിക്കും. ഇതാണ് സത്യം. നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ്, നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്. എപ്പോഴും അത് ആക്റ്റീവ് ആകണമെന്നില്ല. അതിന് ആക്റ്റീവ് ഒരു ഓർഡർ കൊടുക്കും. ഇതാ ഇവിടെ വൃത്തികെട്ട സാധനം കിടപ്പുണ്ട്, അതാ ഇവിടെ ഒരു ആള് ഫുഡ് കഴിക്കാൻ വന്നു, ആളുടെ ഫുഡ് പാത്രം കൈകൊണ്ട് തട്ടിമറിഞ്ഞ് അവിടെ ഡേർട്ടി ആയി. സോ മാനേജറെ അല്ല വിളിക്കുന്നത്, സൂപ്രണ്ടിനെ അല്ല വിളിക്കുന്നത്, വേറെ ഹൗസ് കീപ്പിംഗ് ജോബ് ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, അവരാണ് വന്നിട്ട് വൃത്തിയാണ്. സിമിലർലി വിതിൻ അവർ സിസ്റ്റം they are destined or allotted with a particular specific job, and that is either to build up a damaged tissue or to remove from this body, this beautiful body, the debris of the destroyed or damaged tissues. അതുകൊണ്ട് microbes cannot make a disease, but microbes can be active when and where there is a DHS, Dirk-Hamer syndrome, as a part of the healing. And very specifically understand the so-called infection by microorganisms happen during the healing phase. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലോ ഒരു പ്രത്യേക ടിഷ്യൂവിലോ ഒരു ഓർഗനിലോ അവയവത്തിലോ ടിഷ്യൂവിലോ സെല്ലിലോ ഉണ്ടെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഹീലിംഗ് പ്രോസസ് ഈസ് ആക്റ്റീവ്. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് ഇഷ്ടം പോലെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ അവർ വരും ആ മുറിയിൽ വൃത്തിയാക്കി പഴയ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ ബി ആക്റ്റീവ്. അതാണ്. രണ്ടാമത് നിങ്ങളെ വീട്ടിൽ ഞെടുക്കാൻ പോവുകയാണ്, ഞെട്ടിപ്പിക്കാൻ പോവുകയാണ്. ജനറ്റിക് തിയറീസ് എ ഫേക്ക് തിയറീസ്. ഡോക്ടർ ഹാമർ പറയുന്നതാണ്. ഇപ്പൊ നമുക്ക് സംശയം വരും, അയ്യോ ഇത് ഓട്ടിസം, മംഗോളിസം, അല്ലെങ്കിൽ എന്താ മസ്കുലർ ഡിസ്ട്രോഫി, ഇതെല്ലാം ജനറ്റിക് ഡിസീസ് അല്ലേ? അല്ല സുഹൃത്തുക്കളെ, അല്ല. അതെല്ലാം മേ ബി ഡ്യൂ ടു ദി കോൺഫ്ലിക്ട്സ് ഹാപ്പൻഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, or when that baby was in the womb of the mother, the conflict attacked or conflict affected. നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്നത്, there is no attack in this biology. Everything is cordial, everything is friendly, everything is with a purpose, everything is with a biological purpose. അതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള മാത്രമേ ഉള്ളൂ. there is no attack, there is no confrontation, there is no nothing. എല്ലാം നമുക്ക് അനുകൂലമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജനറ്റിക് കോസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നമ്മൾ പറയാം അപ്പോൾ വാട്ട് അബൌട്ട് ജനറ്റിക് മ്യൂട്ടേഷൻ, DNA മ്യൂട്ടേഷൻ? ഇല്ല. DNA RNA അല്ലെ RNA കഴിഞ്ഞിട്ട് പ്രോട്ടീൻ റിപ്രൊഡക്ഷൻ അല്ലെ RNA മെസ്സഞ്ചർ RNA, ഇതെല്ലാം നമ്മൾ ശരിയാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം? ദേ ആർ ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക്, അതായത് ദേ ആർ ഓൾ ടെംപ്ലേറ്റ്സ് പ്രിപ്പയർഡ് ടു റിസീവ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് റിസൾട്ട്സ്. അങ്ങനെയാകുമ്പോൾ അവർ കുറച്ച് ലക്ഷണങ്ങൾ വേണം. സോ എന്താ autism is a truth, but the cause is not in the genetics, not in the നിങ്ങൾ ജീൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ബിക്കെയിം മെറ്റീരിയൽ. കാരണം അത് നിങ്ങൾക്കറിയാം DNA-യുടെ ചേഞ്ച് ആണ്, അമീനോ ആസിഡ്സിന്റെ ചേഞ്ച് ആണ് DNA എന്നൊക്കെ പറയുന്നത്. DNA കഴിഞ്ഞിട്ട് RNA വരുന്നു. They are all there, but the cause of a disease is not that thing. Cause is still beyond, and that is in the psychic level. അതിനുശേഷമാണ് ഈ ചേഞ്ചസ് വരുന്നത്. അതിനാണ് നമ്മൾ ജനറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ജീൻസ് ആർ പാസീവ് ടെംപ്ലേറ്റ്സ്, നോട്ട് ട്രിഗേഴ്സ്. അവന്റെ ജീൻസ് മോശമാണ്, അതുകൊണ്ടാണ് അവന് ഈ രോഗം വന്നതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. സോ ഡിസീസസ് only begin after a conflict shock, which we call DHS. So no one develops cancer or diabetes simply because he inherits a gene from his father who had diabetes or who had cancer. Nothing. അതുകൊണ്ട് ക്യാൻസർ ഉള്ള അച്ഛൻ്റെയും അമ്മയുടെ മകളായി ജനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ക്യാൻസർ ഉണ്ടാവുന്ന യാതൊരു കാരണവും. ക്യാൻസർ ഉള്ള അല്ല ഡയബറ്റീസ് ഉണ്ടായിരുന്ന ഫാദറാണ്. എൻ്റെ കുടുംബത്തിൽ തലമുറകളായിട്ട് ഡയബറ്റീസ് ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? ബിക്കോസ് ദേ ഷെയർ കോമൺ കോൺഫ്ലിക്ട്സ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് ഡയബറ്റീസിന് കോൺഫ്ലിക്ട്സ്, എന്താണ് ക്യാൻസറിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ദാറ്റ് ഈസ് ബിയോണ്ട് ടുഡേയ്സ് ക്ലാസ്. ഞാൻ വീണ്ടും പറയുന്നത് പഠിപ്പിക്കലല്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നോട്ട് ഫോർ മൈ പർപ്പസ്, ദാറ്റ് ഈസ് ഫോർ യുവർ പർപ്പസ്, യുവർ ഫ്രണ്ട്സ്, യുവർ നിയർ ആൻഡ് ഡിയർ വൺസ്. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് ടൈം, അല്ലെങ്കിൽ ഇഫ് യു ആർ എ കോൾഡ്, നമ്മൾ പറയും വൊക്കേഷൻ എന്ന് പറയും, നിങ്ങൾക്കൊരു ദൈവവിളിയുണ്ട് ഈ ലോകത്തിലുള്ള ജനങ്ങളെ സഹായിക്കാനായിട്ട്, അവർക്ക് സേവനം ചെയ്യാനായിട്ട്, ഒരു ഡോക്ടറായിട്ട്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട്, അല്ലെങ്കിൽ ഇവിടെ
വൈദികനുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഫാദർ തോമസ്. ഇവരെ പോലെ സമൂഹത്തിൽ സേവനവും ഒക്കെ സെൽഫിഷ് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇത് വായിക്കണം. അപ്പം നിങ്ങൾക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റും. ആദ്യം ഇനി എൻ്റെ അപേക്ഷ, നിങ്ങളെങ്കിലും ഒന്ന് സഹായിക്കും. നിങ്ങൾ രോഗിയാകാതിരിക്കൂ, മൂപ്പത്താത്ത മരണം സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പലരെയും വിളിക്കുമ്പോൾ, ഇന്നലെ സ്ട്രോക്ക് അടിച്ച് കിടക്കുക, പുള്ളിക്കൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹി ഡസ് നോട്ട് നോ വാട്ട് ഈസ് സോ കോൾഡ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്താണെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളെയും പറ്റി പഠിച്ച് അതിൻ്റെ കോൺഫ്ലിക്ട്സ് മനസ്സിലാക്കി എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, വെദർ യു ഷുഡ് approach or address the physical changes happened as a byproduct of your conflict or directly go to the conflict, be prepared with a resistance that can prevent certain conflicts to come in. എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ബി ഫ്രീ. പിന്നെ എന്തിനാ ഞാൻ അതുകൊണ്ട് നടക്കുന്നത്? ഞാൻ രോഗിയായ കാലത്തിൽ മൂപ്പത്താത്ത മരിക്കുന്നത് എന്തിനാ? എനിക്ക് കിട്ടിയിരുന്ന ഭാര്യ ഇങ്ങനെയാണ്, അല്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. സോ അക്സെപ്റ്റ് ആസ് ഗോഡ് ഗിവൺ. അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യു വിൽ സഫർ. അപ്പൊ ഏതാണ് നല്ലത്? ദിസ് മാൻ ഈസ് ഓർ ദിസ് വുമൺ ഈസ് ഗോയിങ് ടു ഗിവ് മീ ദിസ് സോർട്ട് ഓഫ് കോൺഫ്ലിക്ട്സ്, സോ ഐ ക്യാൻ കീപ് എ റെസിസ്റ്റൻസ്. ബിക്കോസ് ടുമോറോ അല്ലെങ്കിൽ ഈ ക്ലാസ് കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതേ ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്, അതേ ഭാര്യ അവിടെ ഉണ്ട്, അതേ മകനാണ്. ദേ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ബട്ട് ദി ഹോൾ വേൾഡ് ക്യാൻ ബി ചേഞ്ച് ഇഫ് യു നോ that the conflicts are the cause of diseases. Then you can get out of these conflicts once it happened, or you can keep a resistance against possible probable ആയിട്ടുള്ള കോൺഫ്ലിക്ട്സിൽ നിന്നും നിങ്ങൾക്ക് റെസിസ്റ്റന്റ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമ്പർ 3, ഹെറിഡിറ്ററി ഡിസ്പോസിഷൻ. ഇത് പലപ്പോഴും തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്, അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടി, എനിക്ക് ജന്മനാ തന്നെ കിട്ടിപ്പോയതാ എന്ന് പറയുന്നത്. ഇത് ജീൻസിലേക്കൊന്നും പോകാതെ ജനറ്റിക് ഡിസീസിലേക്ക് അല്ലാതെ തന്നെ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ എല്ലാവർക്കും ശ്വാസം മുട്ടലാണ്. അങ്ങനെയൊന്നുമില്ല. ഒരു വ്യക്തിക്ക് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ എല്ലാവർക്കും ശ്വാസം മുട്ടലുണ്ട് എന്നുള്ളത് തന്നെ ഒരു പേടിക്കില്ല. ആ പേടിയാണ് ശ്വാസം മുട്ടലിന്റെ കാരണം. മോർ ദാൻ വൺ കോൺഫ്ലിക്ട്സ് ഓഫ് ഫിയർ, ആങ്സൈറ്റി, അതാണ് ആസ്മ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര ഡോക്ടർമാർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞത്. ഞാൻ 51 വർഷമായി ഹോമിയോപ്പതി കൈവച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് മാത്രമാണ് എന്താണ് രോഗത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കി. ടു കൺഫസ്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, എന്നെ കേൾക്കുന്ന ഡോക്ടർമാരും എന്നെ കേൾക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ഉള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. എൻ്റെ ശ്വാസം മുട്ടലിന്റെ കാരണം ഇതാണ്, എൻ്റെ തൊണ്ടവേദനയുടെ കാരണം ഇതാണ്, എൻ്റെ നടുവേദനയുടെ കാരണം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ മെൻസ്ട്രൽ പ്രോബ്ലത്തിന്റെ കാരണം ഇതാണ്, എൻ്റെ ബ്രസ്റ്റിലുള്ള ട്യൂമറിന്റെ കാരണം ഇതാണ്. വെരി ഈസി. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി സെർച്ച് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞത്. യു ക്യാൻ ഡയറക്ട്ലി ഗോ ആൻഡ് സെർച്ച്. ഇന്ന് ഞാൻ ഡോക്ടർ അനിതയോട് സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഗോ ടു ChatGPT ഓർ AI, ജസ്റ്റ് വാട്ട് ഈസ് ദി ഇമോഷണൽ പത്തോളജി ഓഫ്, അല്ലെ ഇമോഷണൽ റീസൺ, ഓർ വാട്ട് ഈസ് ദി കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ കംപ്ലൈന്റ് അക്കോർഡിംഗ് ടു ദി ജർമ്മൻ ന്യൂ മെഡിസിൻ. ജർമ്മൻ ന്യൂ മെഡിസിൻ അറിയാതെ ഒന്നുമല്ല കേട്ടോ, എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ജർമ്മൻ ന്യൂ മെഡിസിന്റെ കാഴ്ചപ്പാട് വളരെ വിശദമായിട്ട് പറഞ്ഞു തരും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തരും, ടേക്കിംഗ് അവേ ഓൾ യുവർ ഡൗട്ട്സ്. ആ ലെവലിൽ എത്തിയിരിക്കുന്നു. കാരണം GHK ഇതിനോടകം തന്നെ 65 രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഒരു വെബ്സൈറ്റിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് പേരാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത്. ഞങ്ങളുടെ വെബ്സൈറ്റ് ദിനം ഒരു മാസമൊക്കെ സന്ദർശിക്കുന്നവർ 65 കൺട്രീസിലുള്ളവർ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് എ റെവല്യൂഷൻ. സോ ദിസ് ഇസ് എ റെവല്യൂഷൻ. യു ബി എ പാർട്ട് ഓഫ് ദിസ് റെവല്യൂഷൻ ഫോർ യുവർ ഗുഡ്നെസ് ആൻഡ് യുവർ വെൽനെസ്. യുവർ ഡിയർ വൺസ്, നിയർ ആൻഡ് ഡിയർ വൺസ്, അവരുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ അച്ഛൻ്റെ, നിങ്ങളുടെ അമ്മയുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കും. ബ്യൂട്ടിഫുൾ സയൻസ്. അപ്പോൾ ഹെറിഡിറ്ററി ഡിസ്പോസിഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സംഘർഷമാണ് നിങ്ങൾക്ക് ഒരു രോഗം വരാനുള്ള സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക്. എൻ്റെ വല്യച്ഛനുണ്ടായിരുന്നു, അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. അങ്ങനെ ഒരു സംഗതിയില്ല. ഹെറിഡിറ്ററി കൂടെ ജന്മം കൊണ്ട് ഇയാളുടെ മകനായി പോയതുകൊണ്ട് ഇയാളുടെ രോഗം എനിക്ക് വരണമെന്നുള്ള യാതൊരു നിയമവും ഇല്ല എന്നുള്ളതാണ്. അതായത് കൺജനേറ്റൽ എന്നോ ഹെറിഡിറ്ററി ഡിസ്പോസിഷൻ എന്നുള്ള ഒരു ഡിസ്പോസിഷൻ അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ആള് രോഗിയാകത്തില്ല. ഏത് രോഗം, ഏത് സൈക്കിക് കോൺഫ്ലിക്റ്റ് ആണോ രോഗം ഉണ്ടാക്കുന്നത്, ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ രോഗം വരത്തുള്ളൂ. അതവിടെ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന അതിനേക്കാൾ ഭീകരമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം.
അയ്യോ നിങ്ങൾ പുക വലിച്ചിട്ടാണുള്ളതെങ്കിൽ യു വിൽ ഡൈ ഓഫ് ക്യാൻസർ, യു ക്യാൻ ഡൈ ഓഫ് ക്യാൻസർ. നിങ്ങൾ വെള്ളം അടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലിവർ പോകും. അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തില്ല, നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ഓഫീസിൽ കുത്തിയിരിക്കുക, നിങ്ങൾക്ക് ഡയബറ്റീസ് പിടിക്കും, പ്രഷർ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ജോലിക്കാരനാണ്, രാവിലെ മുതലേ കസ്റ്റമേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം, അപ്പൊ നിങ്ങൾക്ക് BP പിടിക്കും. ഒന്നുമില്ലെന്നേ. ഇറ്റ്സ് ഓൾ യുവർ മൈൻഡ് ദാറ്റ് ഡിസൈഡ്സ് വെദർ യു ഷുഡ് ഗോ ഫോർ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ഓർ ബ്ലഡ് പ്രഷർ. സോ യു ക്യാൻ ഗോ വെരി കൂളായിട്ട് പോയിരിക്കാം, നിങ്ങളുടെ ജോലി ചെയ്യാം, കൂളായിട്ട് ഇറങ്ങി വരാം. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ മനസ്സാണ് പ്രധാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓരോന്നിനെ കുറിച്ച് നമ്മൾ പിന്നെ ഒന്നുകൂടെ പറയാം. ഡയറ്റ്, ഫുഡ് ഹാബിറ്റ്സ്, റൂട്ടീൻ ആയിട്ടുള്ള ഇതിനൊന്നും നിങ്ങൾ ഈ രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല. നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം വരും. അതല്ല നമ്മൾ പറയുന്നത്. നല്ല ഭക്ഷണം കഴിക്കണം, സമയത്ത് കഴിക്കണം, വേണ്ടതെല്ലാം കഴിക്കണം. അയ്യോ ഇത് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരും എന്നുള്ള രീതിയിലുള്ള ഭയപ്പെടുത്തുക. ടു മച്ച് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദിസ് ഡയറ്റ് റെജിമെൻ ആൻഡ് ഫുഡ് എന്ന് പറഞ്ഞ ന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം ഈ ലോകത്തിലെ ജനങ്ങൾ കൊടുക്കുക. എല്ലാം ഒന്നിന്റെ കീഴിലാണ്. ലൈഫ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ. യു ഹാവ് ടു ബി വെരി കെയർഫുൾ ടു കീപ്പ് അപ്പ് എ വെരി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സ്ട്രീറ്റിലുള്ളവരെല്ലാം ഇതോ ഈ ലൈഫ് സ്റ്റൈൽ നോക്കാത്തവർക്കൊന്നും അസുഖം വരുന്നില്ല. അതിനേക്കാളും കൂടുതൽ നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ലൈഫ് സ്റ്റൈൽ നോക്കുന്നവർക്കൊക്കെയാണ് അസുഖങ്ങൾ വരുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് സ്മോക്ക് ചെയ്താൽ ക്യാൻസർ വരത്തില്ല, ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ ലിവർ ക്യാൻസർ വരത്തില്ല. നല്ലതാണെന്നല്ല പറയുന്നത്, സ്മോക്കിംഗ് നല്ലതല്ല, ഇറ്റ് ഈസ് പോയ്സൺസ്. ഡ്രിങ്ക്സ് നല്ലതല്ല, ഇറ്റ് ഈസ് പോയ്സൺസ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് കോസ് ഡിസീസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The disease is different. അവിടെ DHS ഉണ്ടായിരിക്കും. ലൈഫ് ലോങ് സ്മോക്കേഴ്സ് ഉണ്ട്. നെവർ ദേ ഗെറ്റ്, അല്ലെങ്കിൽ അങ്ങനെ നെവർ അല്ല, അവർ കിട്ടണമെന്ന് നിർബന്ധമില്ല. ലൈഫ് ലോങ് ആയിട്ട് ഗുഡ്ക ചൂ ചെയ്യുന്ന വെറ്റൽസ് അല്ലെങ്കിൽ ടൊബാക്കോ ഒക്കെ ചൂ ചെയ്യുന്നവരുണ്ട്. അവർക്ക് രോഗമില്ലാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ട് അതിന് കോസ് ആണെങ്കിൽ എന്താണ്? 100%. ഇവിടെ അതല്ല കാര്യം. ഡോക്ടർ ഹാമർ പറയുന്ന തിയറി 100% applicable in all cases. അല്ലാതെ പോസിബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് majority of the cases are found to be caused by, അങ്ങനെയൊന്നുമില്ല. There is no majority, there is no statistical evidence. It is perfect 100%. ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. അപ്പൊ നിങ്ങൾക്കൊരു റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ഇതുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ഓൾറെഡി ലംബുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടിയാണ്, 17 വയസ്സ്, +2, 18 വയസ്സ്. ഓൾറെഡി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഉണ്ടൊരു ലംബ്, അത് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം. വേറെ റൂട്ടിൽ നിന്ന് നടുവേദനയായിട്ടാണ് അവർ ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. 20 വയസ്സ്, കല്യാണം കഴിക്കാത്ത കൊച്ചു പെണ്ണ്, 18 വയസ്സ്. അവർ കമ്പി ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്പി ഇടുമ്പോൾ അതിലെ കോസ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ഒരു കല്യാണം കഴിക്കാത്ത കൊച്ചു പെണ്ണിന്റെ നടുവിന് കമ്പി ഇട്ടിരിക്കുകയാണെങ്കിൽ അവളുടെ വാല്യൂ കൂടുകയോ കുറയോ? സോ ഷി വിൽ നെവർ ബി ഇംപ്രൂവ്. ഇങ്ങനെയുള്ള യാതൊരു മെത്തേഡും അക്സെപ്റ്റ് ചെയ്യാതെ, സ്വീകരിക്കാതെ, എന്താണ് എൻ്റെ കാരണം, എൻ്റെ രോഗത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. അപ്പൊ ലോകം മുഴുവനും ഈ അറിവിലേക്ക് വരാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്. വി ക്യാൻ സേവ്, വി ക്യാൻ ഡു ദി മാക്സിമം ഓർ ബെസ്റ്റ് പോസിബിൾ സർവീസ് ടു ദി ഹ്യൂമാനിറ്റി ബൈ പ്രൊപ്പഗേറ്റിംഗ് ദിസ് വണ്ടർഫുൾ റെവല്യൂഷണറി ലൈഫ് ചേഞ്ചിങ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പാരഡൈം ഷിഫ്റ്റിംഗ്, ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്നൊക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്ന ഈ ശാസ്ത്രം ലോകത്തിന് തന്നിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം പറഞ്ഞ 2 പ്രോഫറ്റ്സ്. One is Dr. Hahnemann, who gave us the law of nature, similia similibus current. അതുപോലെ തന്നെ 5 biological laws of nature തന്ന ഡോക്ടർ ഹാമറും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫറ്റ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി, അതുകൂടെ ഈ അവസരത്തിൽ പറഞ്ഞു പോവുകയാണ്, ഇന്ത്യയിൽ ഇത് പഠിപ്പിക്കുന്ന മെഡിക്കൽ സിസ്റ്റം ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, ഞാൻ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയിലൊക്കെ 5-8 വർഷം ഇരുന്നുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതുണ്ട്. Unfortunately, what happens is all of my homeopathic colleagues, you were taught in an allopathic way, added with the therapeutic called homeopathy. ഇതിനെതിരായിട്ടാണ് ഞാൻ പടവെട്ടുമല്ല, ഞാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഫലം കാണുന്നുണ്ട്. ഒത്തിരി പേര് ഇതിലേക്ക് വരുന്നുണ്ട്, ഒത്തിരി ഹോമിയോ ഡോക്ടേഴ്സ് ഇത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ഒരു രീതിയിലേക്ക് homeopathy doctors, because they only can understand the mind, importance of
വൈറ്റൽ ഫോഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡൈനാമിക്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അങ്ങനെയാണ് ആ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി പ്ലസ് GHK ഈസ് ഗോയിങ് ടു ബി ദി നമ്പർ 1 സിസ്റ്റം ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ ദിസ് വേൾഡ്. അത് എത്ര പെട്ടെന്ന് സാധിച്ചു വരുമെന്നുള്ളത് നിങ്ങളാണ്. ഓൾറെഡി ഹോമിയോപ്പതി ഈസ് ദി നമ്പർ 2 സിസ്റ്റം. മോസ്റ്റ് പോപ്പുലർ അലോപ്പതി, അത് കഴിഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ സിസ്റ്റം ഈസ് ഹോമിയോപ്പതി. ആ സെക്കൻഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്പർ 1ലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് മാത്രമേ. ഇനി നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ ഡയറ്റിന് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അയ്യോ, നിങ്ങൾ രാവിലെ ഇത് കഴിക്കണം, ഇത്ര പ്രോട്ടീൻ, ഇത്ര മില്ലിഗ്രാം, ഇത്ര ഗ്രാം പ്രോട്ടീൻ ചെയ്യണം, കാർബോഹൈഡ്രേറ്റ് ചെയ്യണം, ഫാറ്റ് ചെയ്യണം. ഇല്ലെന്ന് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും കോംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ മെക്കാനിസവും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരു ദിവസത്തേക്ക് ഇന്ന് നമ്മൾ ഭക്ഷണം, അയ്യോ പ്രോട്ടീൻ കഴിച്ചില്ല, അയ്യോ പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഗുളിക ഇങ്ങനെ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കണം, ഒന്നുമില്ല. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കണം. ഓൺലി ഫോർ മണി, ഓൺലി ഫോർ ബിസിനസ്, ഓൺലി ഫോർ, ഞാൻ ബാക്കി വാക്കുകൾ പറയുന്നില്ല, പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. പൂവർ ന്യൂട്രീഷൻ കോസ് ഡിസീസ് ഇല്ല. ഇങ്ങനെയാണ് അലോപ്പതിക്കാരൻ പറയുന്നത്. നിങ്ങൾ വേണ്ട രീതിയിൽ ന്യൂട്രിയൻസ് ചെല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് ചെന്നില്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദേ ക്യാൻ കോസ് സം സിംറ്റംസ്. നമ്മൾ ഹോസ്പിറ്റലായേക്കാം, നമുക്ക് റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ, ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ ദേ വിൽ നോട്ട് കോസ് ഡിസീസ്. അതിനൊരു സൈക്കിക് കോൺഫ്ലിക്റ്റ് വേണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാം. സൈക്കിക് കോൺഫ്ലിക്ട്സിനെ കുറിച്ച് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഷുഡ് ബി അക്യൂട്ട്, ഒരു കോൺഫ്ലിക്ട് ഷോക്ക് ആണ്. ദാറ്റ് ഓൺലി ക്യാൻ ട്രിഗർ എ ബയോളജിക്കൽ പ്രോഗ്രാം വിച്ച് വി കോൾ ആസ് ഡിസീസ്. അതുകൊണ്ട് ഫുഡ് ചേഞ്ച്, അല്ലെ ഫുഡ് മാറിക്കഴിച്ചു, ഫുഡ് എല്ലാവരും അതിനെക്കുറിച്ച് അലർജി, അയ്യോ ഞാൻ ഗ്ലൂട്ടീൻ അലർജിയാണ്, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജിയാണ്, അല്ലെങ്കിൽ അതെനിക്ക് പറ്റത്തില്ല, മുട്ട കഴിച്ചാൽ എനിക്ക്, പാല് കഴിച്ചാൽ അലർജിയെ കുറിച്ച് തന്നെ ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പർ ചെയ്തു. അതുകൊണ്ട് ഫുഡിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുക. ഫുഡ് ഈസ് നോട്ട് എവറിഥിങ്, ഫുഡ് ഈസ് റിക്വയർഡ്, ഫുഡ് ഈസ് മസ്റ്റ്, ഫുഡ് ഹാസ് ടു ബി ഗുഡ്. ഇതൊന്നും യാതൊരു സംശയവും. അനദർ തിങ്, ഒരു ഫാഷനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ പാഷനായിട്ട് മാറിയിരിക്കുകയാണ് എക്സസൈസ്. അയ്യോ, എക്സസൈസ് ഇല്ലാതെ വെറുതെ സെഡൻറ്ററി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടിക്കും, BP വരും, ഷുഗർ വരും. ഒന്നുമില്ല, അതൊന്നും അല്ല കാരണം. അത് നിങ്ങൾ എക്സസൈസ് ചെയ്യണം, നടക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് too much importance is given to this thing. Lack of exercise ഡിസീസ് ഉണ്ടാകും. ഇതൊരു 100 കൂട്ടം, അയ്യോ BP-യുടെ കാരണം നിങ്ങൾ സെഡൻറ്ററി ഹാബിറ്റ്സ് വെച്ചു. വേരിക്കോസ് വെയിൻ എന്താ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കളിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെയും ഇങ്ങനെയുള്ള കാരണങ്ങളിൽ തളച്ചിടുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് നമ്മളോട് പറഞ്ഞിരുന്ന മണ്ടത്തരം. അതിനെ മാറ്റി ഒരു അലോപ്പതി ഡോക്ടർ തന്നെയായ ഡോക്ടർ ഹാമർ ജനങ്ങളെ ബോധവൽക്കരിക്കുവാണ്. ദീസ് ആർ ഓൾ നമ്മൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കോമ്പോണന്റ്, അല്ലെ ഓർഗൻ ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ, ആൻഡ് ദാറ്റ് ഈസ് അവർ സൈക്കി. അതിനെ അഫക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളിൽ സിംറ്റംസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഡോക്ടർ ഹാമർ നമ്മളോട് പറഞ്ഞു. സോ only a DHS can make a disease. But overemphasis on physical health ignores the inner emotional conflict that actually initiates disease. ഇന്നർ എന്ന് പറഞ്ഞാൽ എവിടെയാ നമുക്കറിയത്തില്ല. എല്ലാവരോടും ചോദിക്കുക മൈൻഡ് എവിടെ ഇരിക്കണേ? ഭൂരിപക്ഷം പേര് പറയും ഇവിടെയാണ്, കുറച്ച് പേര് പറയും ഇവിടെയാണ്. മനസ്സ് എവിടെയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹാർട്ടാണ്. ഹാർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്ക് ബ്ലഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കുറച്ച് ഫൈബേഴ്സും കുറച്ച് ബ്ലഡ് ഫ്ലോ ഒക്കെ കാണാൻ പറ്റും. ആണുങ്ങളോട് ചോദിച്ചാൽ അവർ പറയാം അത് ഇവിടെയായിരിക്കും, തലച്ചോറിനകത്തൊരു മനസ്സുമില്ല. അപ്പൊ എവിടെയാ മനസ്സ്? എന്റെ ചോദ്യമല്ലേ മണ്ടൻ ചോദ്യമായത്? ഫൂളിഷ് ക്വസ്റ്റ്യൻ. എവിടെയാണ് അത് ഇരിക്കുന്നത്? ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, ഞാനൊരു പേന എടുത്തിട്ട് ഇത് എവിടെയാ ഇരിക്കുന്നത്? എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, സംശയമൊന്നുമില്ല. ഈ ലോകത്തിൽ 1000 പേരോട് ചോദിച്ചാൽ 1000 പേരും പറയും ഇത് എന്റെ കയ്യിലായിരിക്കുന്നത്. ബട്ട് വാട്ട് അബൌട്ട് യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിൽ ഭാര്യയുമായിട്ടുള്ള സംഘർഷമാണോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പോവർട്ടി ആണോ, ലോസ് ഓഫ് ഇമേജ് ആണോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് ആണോ, ബിസിനസ് ഫെയിലിയർ ആണോ, ഹ്യൂമിലിയേഷൻ ഫ്രം ദി പബ്ലിക് ആണോ? ഇത് കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയത്തില്ല. നിങ്ങളുടെ മാത്രം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓഫ് യുവർ മൈൻഡ് ഈസ് യു. So you only can experience it, and how you are experiencing that particular specific individualistic ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്
ഡിസൈഡിങ് ഫാക്ടർ ഓഫ് ഓൾ ഡിസീസസ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എംഫസൈസ് ചെയ്തിട്ട് പറയാനായിട്ടാണ്. അനദർ വെരി കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ കാർസിനോജൻ തിയറി. നിങ്ങൾക്കറിയാം കാർസിനോജൻ എക്സ്പോഷർ. അയ്യോ, അലുമിനിയം പാത്രത്തിൽ കഴിച്ചാൽ എനിക്ക് ക്യാൻസർ വരും, സ്മോക്ക് പ്ലാസ്റ്റിക് കത്തിച്ചാൽ എനിക്ക് ക്യാൻസർ വരും, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാം എന്താ ആകാശത്തിന് കീഴിലുള്ള എല്ലാം ക്യാൻസർ ഉണ്ടാക്കാം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകണമോ, നിങ്ങളുടെ മനസ്സിന് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. കാരണം യൂട്രൈൻ ക്യാൻസർ ഡിഫറെൻ്റ് ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ഡിഫറെൻ്റ് ആണ്, ഓവറിയൻ ക്യാൻസർ ഡിഫറെൻ്റ് ആണ്, കിഡ്നി ക്യാൻസർ ഡിഫറെൻ്റ് ആണ്, ലിവർ ക്യാൻസർ ഡിഫറെൻ്റ് ആണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ രോഗത്തിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റിൽ നമ്മൾ സബ്ജക്റ്റ് ആയി ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഇൻറ്റൻസിറ്റി, എത്ര ശക്തമാണ് നമ്മളെ ബാധിക്കുന്ന അത് പെർസീവ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മളെ അത് ബാധിക്കും, ആൻഡ് ഹൗ പ്രൊലോങ്ഡ് ഇറ്റ് ഈസ്. സോ ദി ഡ്യൂറേഷൻ ആൻഡ് ദി ഇൻറ്റൻസിറ്റി ഡിസൈഡ്സ് ദി കോൺഫ്ലിക്റ്റ് മാസ്. മാസ് മീൻസ് ദി ടോട്ടാലിറ്റി ഓഫ് ദി ഇൻറ്റൻസിറ്റി ആൻഡ് ദി ഡ്യൂറേഷൻ. ഇത് രണ്ടും കൂടിയാണ് നമ്മുടെ എങ്ങനെ അത് നമ്മളെ ബാധിക്കുന്നതെന്ന് തീരുമാനിക്കും. വെരി ഓഫൺ if we are able to resolve that conflict, we will come out of that situation. ഇല്ലെങ്കിലോ അതിന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്. We are not in a position, or we are not able to, or we couldn't succeed to outcome, അല്ലെങ്കിൽ അതിന് ഔട്ട്ഗ്രോ, നമ്മൾ അതിൻ്റെ അകത്ത് പുറത്ത് കിടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ കാരണം. അപ്പൊ അതിൻ്റെ അകത്ത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കോഴ്സ് ഓഫ് ഇവന്റ്സ് മനസ്സിലാക്കി, പ്രോഗ്രാമിനെ മനസ്സിലാക്കി കഴിഞ്ഞ് then you come out of that conflict, then you will be experiencing that cure. അപ്പോൾ എക്സ്പോഷർ alone is not enough. നമ്മളത് സബ്ജക്റ്റീവായിട്ട് നമ്മളതിനെ കാണുന്ന രീതിയിലാണ് ഒരു കോസേഷൻ ഓഫ് എ ഡിസീസ്. നമ്മൾ ക്യാൻസർ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. ഒത്തിരി പേര് ഹാംഫുൾ ആയിട്ട് പറയുന്ന ആസ്ബസ്റ്റോസ് ക്യാൻ കോസ് ക്യാൻസർ, പെസ്റ്റിസൈഡ്സ് ക്യാൻ കോസ് ക്യാൻസർ, ഇതൊക്കെ പറയുന്നത് ഇതൊന്നും ഇല്ല. കാരണം എന്താണ്? ഈ ആസ്ബസ്റ്റോസ് എക്സ്പോഷർ, പെസ്റ്റിസൈഡ്സ് എക്സ്പോഷർ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എക്സ്പോഷർ, ഇതിലൊക്കെ ഉള്ളവർക്കെല്ലാം രോഗം വരണമെന്നുള്ള നിയമമില്ല. ഓൺലി എ കോൺഫ്ലിക്റ്റ് ഷോക്ക് ക്യാൻ കോസ് ഡിസീസ്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള വേറെ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അതിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം തിയറി. ഇതൊരു ഫേക്ക് തിയറിയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും നമ്മുടെ ശരീരത്തിലില്ല. നമ്മൾ ഒരാൾക്ക് പനി പിടിക്കുമോ അവൻ്റെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി. മഴ വന്നപ്പോൾ കുറേ പേർക്ക് പനി വന്നു. എന്താ കാരണം? കുറേ പേരുടെ ഇമ്മ്യൂണിറ്റി താഴെ കിടക്കും. ഒന്നുമില്ല. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. ദർ ഇസ് നോ തിങ് കോൾഡ് ദിസ് ഇമ്മ്യൂൺ സിസ്റ്റം തിയറി. എങ്കിലല്ലേ ആന്റിജൻ, ആന്റിബോഡി ഈ പ്രോസസ്സ് നടക്കത്തുള്ളൂ. എങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇമ്മ്യൂൺ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസിസ്റ്റന്റ് അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഹോമിയോപ്പതി മെഡിസിൻ, ഞാൻ പറയേണ്ടത് നീ ഹോമിയോപ്പതിക് മെഡിസിൻ ക്യാൻ ഡു വണ്ടേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ബൂസ്റ്റപ്പ് ഓർ ടു ട്രിഗർ. അതൊന്നുമല്ല. നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ ബേസിസ് അനുസരിച്ച് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഹെൽപ്പ് ദാറ്റ് ഇൻഡിവിജ്വൽ. അവിടെയും നമ്മൾ തെറ്റിദ്ധരിക്കുക സിംറ്റം മാറ്റാനായിട്ടാണ് നമ്മുടെ മെഡിസിൻ എന്ന്. അങ്ങനെ ആരെങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് റോങ് and you are doing damage to the system as well as to that particular poor, innocent, illiterate patient. അതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം തിയറിയെ കുറിച്ച് വിശ്വസിക്കേണ്ട. എങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകത്തുള്ളൂ. കാരണം അറിയത്തില്ലാത്ത എല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നിങ്ങൾക്ക് സോറിയാസിസ് കാരണം എന്താണെന്ന് അറിയത്തില്ല, അത് ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രോഗം, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു അറ്റാക്കും ഇല്ല. ദർ ഇസ് നോ എനിമിറ്റി ബിറ്റ്വീൻ ഫ്യൂ സെൽസ് അഗെയിൻസ്റ്റ് അതർ സെൽസ്. നമ്മുടെ ശരീരം എല്ലാം വളരെ കോഹാബിറ്റേഷൻ ആണ്, വളരെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്. ദർ ഇസ് നോ ഫൈറ്റ്, ദർ ഇസ് നോ കൺഫ്രണ്ടേഷൻ, ദർ ഇസ് നോ എനിമിറ്റി. എവറിഥിങ് ഗോയിങ് വിത്ത് എ പർപ്പസ്, വിത്ത് എ ഡയറക്ഷൻ, വിത്ത് എ അൾട്ടിമേറ്റ് പർപ്പസ്. അതിനനുസരിച്ചാണ് നമ്മുടെ സിസ്റ്റം. ദർ ഇസ് നോ ഫൈറ്റ് in the disease, there is no turning against our body, nothing is that like that. So what is in as autoimmunity is simply the healing phase. ആ സിംറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോഴത്തെ പറയും സം അല്ലെ ഫ്യൂ കാറ്റഗറീസ് ഓഫ് അവർ സെൽസ് ആർ അറ്റാക്കിങ് അഗെയിൻസ്റ്റ് അവർ ഫ്യൂ കാറ്റഗറി. അങ്ങനെയൊന്നുമില്ല. സോ നമ്മുടെ സിസ്റ്റത്തിൽ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് തിയറി നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് മെറ്റാസ്റ്റേസിസ്. അത് ഡോക്ടേഴ്സ് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ സെക്കൻഡറീസ് എന്ന് പറയും.
അതായത് ക്യാൻസർ ഇവിടെ കണ്ടു, ഡോക്ടർമാർ ഇങ്ങനെ തപ്പി നടക്കുകയാണ് അതിന്റെ പ്രൈമറി എവിടെയാണ്. ബിക്കോസ് ഇവിടെ ക്യാൻസർ കണ്ടുപിടിച്ചു. അപ്പൊ പ്രൈമറി ലങ്സിലാണോ, ബോണിലാണോ, യൂട്രസിലാണോ, ഓവറിയിൽ നിന്ന് ക്യാൻസർ ഇങ്ങനെ വരാം. അതായത് ഒരു ടിഷ്യൂവിലുള്ള ക്യാൻസർ സെൽസ് മൈഗ്രേറ്റിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ടിഷ്യൂ, ട്രാവലിംഗ് ത്രൂ ദി ബ്ലഡ് ഓർ ത്രൂ ദി ലിംഫ് ഓർ ത്രൂ ദി എയർ ടു അനദർ ടിഷ്യൂ. ഇതാണ് മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്. ആദ്യം രോഗം ഉണ്ടായത് എവിടെയാ? ബ്രസ്റ്റിലാണ്. അത് കഴിഞ്ഞത് എല്ലിലേക്ക് പകർന്നു. അത് കഴിഞ്ഞ് ശ്വാസം മുട്ടലായി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ലങ്സിൽ പോയി. അപ്പോൾ 3 ക്യാൻസറായി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ പേഷ്യന്റ് ബോധം കിട്ടുന്നത് വീണു. അപ്പം എക്സ്റേ ചെയ്തല്ലേ, CT സ്കാൻ എടുത്തപ്പോൾ തലയ്ക്കകത്ത് പോയി. അപ്പം 4 ക്യാൻസറായി. എവിടുന്നാണ് തുടങ്ങിയത്? ബ്രസ്റ്റിൽ നിന്നും ബോണിലേക്ക് പോയി, ബോണിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് പോയി, ശ്വാസകോശത്തിൽ നിന്നും അയ്യോ ശരീരം മുഴുവൻ ക്യാൻസർ പടർന്നു. അങ്ങനെ ഒരു പടർച്ചയില്ല, ഒരു പകർച്ചയുമില്ല, ഒരു ഒഴുക്കുമില്ല. നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ബ്ലഡ് സ്ട്രീമിലൂടെ പോകും. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഞാൻ അത് വിശദീകരിച്ച് ഒത്തിരി സമയം എടുക്കും. ഈ ലോകത്തിൽ ഒരു ബ്ലഡ് ബാങ്കുകൾ ഉണ്ടാവത്തില്ല. കാരണം നോ ബ്ലഡ് ഈസ് സ്ക്രീൻഡ് ഫോർ ബ്ലഡ് സെൽസ് എക്സിസ്റ്റൻസ് ഓഫ് ക്യാൻസർ സെൽസ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡ് മേടിക്കുന്ന ആളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നോ? ഈ ബ്ലഡിന്റെ അകത്ത് കുറച്ച് ക്യാൻസർ സെൽസ് ഉണ്ടോ? അത് റിസീവ് ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ വരുമോ? ഇതൊക്കെ അൺനെസറിലി ഫാബ്രിക്കേറ്റഡ് തിയറീസ് ആണ്. അതുകൊണ്ട് മെറ്റാസ്റ്റേസിസ് തിയറി എന്ന് പറയുന്ന മെഡിക്കൽ ക്ലെയിം ഡസ് നോട്ട് സ്റ്റാൻഡ്. അതുകൊണ്ട് GSK എന്താ പറയുന്നത്? ദർ ഇസ് നോ സയന്റിഫിക് ട്രൂത്ത് ഓഫ് മൈഗ്രേറ്റിംഗ് ക്യാൻസർ ഫ്രം വൺ ടിഷ്യൂ ടു ദി അനദർ. സോ ഈച്ച് ന്യൂ ട്യൂമർ ഈസ് എ റിസൾട്ട് ഓഫ് എ ന്യൂ DHS. നമുക്കൊരു ഫിയർ ഓഫ് ഡയഗ്നോസിസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റിൽ ഒരു ചെറിയ ലംബ് ഉണ്ടായതേ ഉള്ളൂ പ്രശ്നം. ഭർത്താവുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടായതാണ് പ്രശ്നം. അല്ലെങ്കിൽ മക്കളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായതാണ് പ്രശ്നം. അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ പറയും ഇത് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്, ക്യാൻസർ ഡയഗ്നോസ്, ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ ചിലപ്പോൾ കുട്ടിയായിരിക്കും, പ്രായമായത്, മാനസികാവസ്ഥ എന്തായിരിക്കും? എൻ്റെ കാര്യം പോക്കായി. അത് സെൽഫ് ഡീവാലുവേഷൻ ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് ബോണിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാക്കും? 2 ക്യാൻസർ ആയുള്ള ഒരാളുടെ മാനസികാവസ്ഥ എന്താവും? ഞാൻ മരിച്ചു പോകും എന്നുള്ളതായിരിക്കും. അപ്പൊ ലങ്സിൽ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ 3 എണ്ണത്തിന് ക്യാൻസറും കീമോതെറാപ്പി റേഡിയേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ദിവസം ബാത്റൂമിൽ തലയിറങ്ങി വീണു. ഉടനെ പോയി പരിശോധിച്ചപ്പോഴത്തേക്കും ബ്രെയിനിലും ഉണ്ട്. ബ്രെയിനിൽ ആദ്യത്തെ ദിവസം ബ്രസ്റ്റിൽ ലംബുണ്ടായ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് അവർ ബ്രെയിൻ ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ ബ്രെയിൻ ചെക്ക് ചെയ്തിട്ട് പറയാണ് ബ്രെയിൻ ക്യാൻസർ, ലങ് ക്യാൻസർ, ബോൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ. അയാൾ എങ്ങനെ പിന്നെ ജീവിച്ചിരിക്കുക? പ്രാർത്ഥനക്കാരെല്ലാം വരും, ദൈവമേ ഈ ആത്മാവിനെ എത്രയും പെട്ടെന്ന് എടുത്തോണേ എന്ന് പ്രാർത്ഥിക്കും. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഷോ. അങ്ങനെ ഒരു ട്രാജഡിയിലാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാം പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദി DHS, അണ്ടർസ്റ്റാൻഡ് ദി GHK and then make use of it in keeping ourselves healthy. അടുത്തത് നമ്മുടെ ക്ലൈമറ്റിനോടാണ് നമുക്ക് ഭയങ്കര ശത്രുത. ഇപ്പോഴത്തെ തണുപ്പല്ലേ ഡോക്ടറെ? ഞാൻ ചോദിച്ചു എവിടെ തണുപ്പുള്ളേ? അല്ല ഇപ്പോഴും രാവിലെ ഭയങ്കര തണുപ്പല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ്, മോസ്കോയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ കോൾഡ് കൺട്രീസ് പോയിട്ടുണ്ടോ? അവിടെ -30 എപ്പോഴത്തെ ടെമ്പറേച്ചർ. അവരെല്ലാവരും അസുഖം ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല. അവർ രാവിലെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അറിയാം, അവരുടെ മൊബൈൽ നോക്കുമ്പോൾ അറിയാം ഇന്ന് ടെമ്പറേച്ചർ ഈസ് ഗോയിങ് ടു ബി -40. സോ ദേ വിൽ പ്രിപ്പയർ ഫോർ ദാറ്റ്. അത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ മൈനസിൽ പോയി അല്ലെങ്കിൽ തണുപ്പാണെന്ന് പറഞ്ഞിട്ട് രോഗമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച്, എൻവയൺമെന്റൽ ചേഞ്ച് എല്ലാം നമ്മുടെ കോസ് ഓഫ് ഡിസീസ് എന്നാണ് പറയുന്നത്. തണുപ്പ് പാടില്ല, ചൂട് പാടില്ല. ഇപ്പോഴത്തെ ചൂടല്ലേ, ഇപ്പോഴത്തെ വേർപ്പല്ലേ, ഇതൊന്നുമില്ല. സോ ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ട്രിഗർ എ കോൺഫ്ലിക്ട്. ഇപ്പോൾ നമുക്ക് വല്ലാത്ത ചൂട്, ശ്വാസം മുട്ടൽ അനുഭവമുണ്ട്. That can cause an unsafe, threatening experience. That can cause diseases. അല്ലാതെ ഈ ചൂട്, തണുപ്പ്, മഴ, വെയിൽ ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ഒരു 20 കിലോമീറ്റർ ദൂരെ അല്ലെ 50 കിലോമീറ്റർ ദൂരെ, നിങ്ങൾ ഇവിടെ നിന്ന് ഈ 50 കിലോമീറ്ററും മഴ നനഞ്ഞ് പൊക്കോളൂ, നിങ്ങൾക്ക് ഒരു അസുഖം വരത്തില്ല. പ്രൊവൈഡഡ് യു എൻജോയ് ദ റെയിൻ. എന്തൊരു രസം. 2 മാസം കഴിയുമ്പോഴത്തേക്കും ചൂട് വരുമ്പോൾ ഞാൻ ഈ മഴയൊന്ന് കിട്ടിയിരുന്നെന്ന് കൊതിക്കും. അതായത് 2 മാസം മുമ്പ് ഏപ്രിൽ മെയ് മാസത്തിൽ ഈ മഴ പോലെ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ മഴ നിങ്ങൾ ആസ്വദിക്കുക. then you will not become sick. 11ാമത്തായിട്ട് സ്ട്രെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി കോഴ്സ് ഓഫ് ലൈഫ്, അതിൽ നമുക്ക് ഒരു രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല, പ്രൊവൈഡഡ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സ്ട്രെസ്. അതുകൊണ്ട് അലോപ്പതി എന്ന് പറയുന്ന മെഡിക്കൽ ക്ലെയിം ഇതാണ്: ക്രോണിക് സ്ട്രെസ് ലീഡ്സ് ടു ഡിസീസ്. ഇല്ല, ക്രോണിക് സ്ട്രെസ് വിൽ നോട്ട് കോസ് എ ഡിസീസ്. In order to create or in order to generate, in order to
kickstart a disease, one has to suffer from or experience a DHS or Dick-Hammer syndrome, which I have already explained or defined as acute, highly individualistic, isolating, unexpected ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ മാത്രമേ ഡിസീസ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു കാരണവും കണ്ടുപിടിച്ചില്ലേ ഡോക്ടർമാർക്ക്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് അങ്ങനെ വന്നല്ലേ, എൻ്റെ അപ്പൻ എങ്ങനെ അസുഖം വന്നത്? അതങ്ങനെ വരാം, ചാൻസ്, ബൈ ചാൻസ് സംബഡി ക്യാൻ ബിക്കം. അങ്ങനെ ചാൻസിനെയും ഒക്കെ പ്രതിയാകും. ഒന്നുമില്ല, ഇവിടെ ജ്യോതിഷത്തിനൊന്നും പോകണ്ട, കൈ നോക്കാൻ പോകണ്ട, ജാതകം നോക്കാൻ പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് രാശി വെച്ച് നോക്കാൻ ഒന്നും പോകണ്ട. There should be, ഇത് 100% അല്ലാതെ 99% അല്ലെങ്കിൽ മജോറിറ്റി ഒന്നുമല്ല, 100% of the diseases are due to one or other conflicts very specific to that particular so-called disease എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ ഹാമർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, cause of all diseases is psychical. So all so-called causes of disease fail to explain. The so-called means because the explanation by the conventional medicine, they all fail to explain the logic and precision behind when, where and how disease occurs. Only GHK, through the 5 biology laws, explains disease in a biologically consistent, psyche-inclusive and spiritually integrative way. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് സെന്റൻസ് പറയുമ്പോൾ എല്ലാവരും എന്നെ അത് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഇവിടെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നതാണ്, ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസ് ബട്ട് ബൈ ഇന്റേണൽ പെർസെപ്ഷൻ. ദി മൊമെന്റ് ഓഫ് ഷോക്ക് ഈസ് ദ ബിഗിനിങ് ഓഫ് ഹീലിംഗ്. കോംപ്ലിക്കേറ്റഡ് ആണ്. പെർസെപ്ഷൻ ഓഫ് or the moment of shock is the beginning of healing if understood. So what is mandatory, what is compulsory is that you have to understand your program, not the disease. You understand the program, then the very conflict which starts or triggers or onset of that symptom, you can understand from the beginning, so it will not take you long with the path of disease. You can get out of it at the earliest, easily, without any remaining symptoms. And that is what is the promise of GHK. Thank you for your patient listening. ഇത്രയും നേരം ഇരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞു പോയി, സോറി. എന്നാലും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റേസ് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എന്നാലാവുന്ന പോലെ ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും സാറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. ഞാൻ എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ ഫോൺ എടുക്കും, നോ പ്രോബ്ലം. സാറേ, നമ്മുടെ ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശശിധരൻ ഡോക്ടറെ, പറഞ്ഞു. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. വർഗീസ് ഡോക്ടറെ. ശശി ആണോ പറയുന്നേ? അതെ സാറേ, അതെ. പറഞ്ഞോ. ഹായ് ശശിധരൻ. അനിത ഏതോ ചോദിച്ചു തുടങ്ങുമായിരുന്നു, കംപ്ലീറ്റ് ചെയ്തോ അനിത? നമുക്ക് ശരിക്കും സൈക്കിന് കറക്റ്റ് ആയിട്ടൊരു മലയാളം വാക്കായിട്ട് എനിക്ക് തോന്നുന്ന ബോധമാണ്. ബോധക്കേട്, ബോധക്കുറവ്, ബോധം കൂടി, ബുദ്ധനാകുക. അപ്പൊ നമുക്ക് പലപ്പോഴും മനസ്സിന്റെയും മുകളിലേക്ക് പോകുന്നതായിട്ട് തോന്നിയിരിക്കുന്ന ഒരു വാക്കാണ് മലയാളത്തിൽ സൈക്കിന് ബോധം എന്നുള്ളത്. കോൺഷ്യസ്നെസ് എന്ന് പറയും. കോൺഷ്യസ്നെസ്, അതാണ് ബോധം. ഇത് നമ്മള്, അതായത് ഇറ്റ് ഈസ് എബോവ് ദി ഫിസിക്കൽ ലെവൽ. അതുകൊണ്ട് എനി ഇൻഡിവിജ്വൽ വിൽ ഹാവ് ഹിസ് ഓൺ വേർഷൻ ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ റെലം അല്ലെങ്കിൽ ഏരിയ ലെവൽ, ബിക്കോസ് ഇറ്റ്സ് നാച്ചുറൽ. എവറിബഡി ഈസ് ഹാവിങ് എ സ്പിരിച്വാലിറ്റി ഓഫ് ഹിസ് ഓൺ വേ. അപ്പൊ അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. സോ ദി വേ ഹൗ ഹി എക്സ്പ്ലെയിൻസ് ഇറ്റ് ടു മേ ബി ഹിസ് ഓൺ സെൽഫ്, his own family, his own society, his own friends, his own community, that will all be different. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചോളൂ, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് യൂട്യൂബ് മാത്രമല്ലോ, നിങ്ങൾക്ക് ചാറ്റ് GPT-ലോ AI-ലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടും. അതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏജന്റ്, അല്ല സോഴ്സ് ഏതാണ് അതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ എനിക്കൊരു പ്രീസ്റ്റിനോട് ചോദിക്കാം, ഒരു ഗുരുവിനോട് ചോദിക്കാം, ഒരു ഫ്രണ്ടിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ activist ചോദിക്കാം, ഒരു ഒപ്പീനിയൻ about a particular situation. He will have his own way of explanation. But you have to be very critical about evaluating. If that is not touching the spiritual, psychic,
ആൻഡ് നെർവസ് ഓൾസോ, ന്യൂറോ. ഇത് മൂന്നും കവർ ചെയ്യാത്ത ഒരു എക്സ്പ്ലനേഷൻ ഓഫ് എനി ഡിസീസ് ഡോണ്ട് ബിലീവ്. ചോദിച്ചു, അനിത ഏതാണ്ട് ചോദിച്ചു തുടങ്ങിയായിരുന്നു. പറഞ്ഞോ ഡോക്ടറെ. ടൂത്തേക്കിന്റെ കോൺഫ്ലിക്റ്റ് ഏതായിരിക്കും സാറേ വരുന്നത്? 1000 രോഗങ്ങൾ ചോദിച്ചാൽ ഞാൻ വലയും. ടൂത്തേക്കിന്റെ ഓരോ ഭാഗത്തിനും, വെദർ ഇറ്റ് ഈസ് മൊളാർ, വെദർ ഇറ്റ് ഈസ് കനൈൻ, വെദർ ഇറ്റ് ഈസ് എന്താ ഫ്രണ്ട് ലൈൻ എന്താ പറയാ, ഇൻസിസേഴ്സ്. അപ്പൊ ഇതിനെല്ലാം പ്രത്യേകം കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുക. ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ്. ബൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്രണ്ട് ഇൻസിസറിന്റെ ജോലിയാണ് ടു ടേക്ക് ഇൻ. ഞാൻ ആദ്യമേ കടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ കനൈൻ വെച്ചിട്ട് നമുക്ക് കുത്തി കീറി പറിച്ചെടുക്കണം. ഇതെന്താ ചെയ്യുക? മൊളാർസ് അത് മാസ്റ്റിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ച്യൂ ചെയ്യുക. ഇതിൻ്റെ അകത്ത് എല്ലാ കോൺഫ്ലിക്റ്റും ഉണ്ട്. If I am not having the confidence to take in something, that will affect my incisors. എനിക്ക് കീറി പറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ കനൈൻ അഫക്റ്റഡ് ആവും. ആൻഡ് മൊളാർസ്, ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു ചൂ ഇറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ, ചൂ ചെയ്യാൻ, ചവച്ചരയ്ക്കാൻ തോന്നുന്നു, പക്ഷെ അത് സാധിക്കുന്നില്ല. ഐ എം നോട്ട് പവർഫുൾ ഇനഫ് ടു ചൂ ദാറ്റ് സിറ്റുവേഷൻ. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലൊരു അൽസേഷൻ പട്ടിയുണ്ട്, ഒരു പോമറേനിയൻ പട്ടിയുണ്ട്. ഡാഷ് ഉണ്ടെന്നൊക്കെ പറയത്തില്ല, ചെറിയ പൊക്കം കുറഞ്ഞ, കാണാൻ ഇത്രയേ ഉള്ളൂ, ജീവൻ ഒന്ന് തന്നെയാണ്, അൽസേഷനാണ്, പൊക്കമുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അൽസേഷന്റെ ഓരോ കുരുത്തക്കേടും കാണുമ്പോൾ ഇവന് ദേഷ്യമാണ്. ആർക്ക്? പോമറേനിയൻ. വല്ല കാര്യമുണ്ടോ? അവന്റെ അടുത്ത് എന്ത് ചെയ്യാനാ? അവനെ നോക്കിക്കഴിഞ്ഞാൽ തീരാണ്ടതേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് എന്ത് പറ്റും? ടൂത്ത് വേദന വരും, ഡാമേജ് ആകും, കൊഴിഞ്ഞു പോകും. കാരണം എന്താണ്? റൈറ്റ് സൈഡ് റെപ്രസെന്റ്സ് മൈ പാർട്ട്ണർ, ഫാദർ ഇൻ ദി ബിഗിനിങ് ആസ് എ ചൈൽഡ്. ലെഫ്റ്റ് സൈഡ് റെപ്രസെന്റ്സ് മദർ ഇൻ ദി ബിഗിനിങ് ആൻഡ് ലേറ്റർ മൈ ചിൽഡ്രൻ. അപ്പൊ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് എൻ്റെ മകന്റെ ഓരോ പെരുമാറ്റം കാണുമ്പോൾ. പക്ഷെ മകനായി പോയില്ലേ? അനിതയ്ക്ക് മനസ്സിലായോ? അനിത കൂടിയോന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെ കാലിക്കറ്റിലെ ഡോക്ടർ പ്രഫുൽ ജേക്കർ ഒരു ദിവസം വന്നിരുന്നു. തലേദിവസം പുള്ളിക്ക് ഭയങ്കര പല്ലുവേദനയായിരുന്നു. അപ്പൊ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പൊ എന്താ കാരണം? അതോ തലേ രാത്രിയിലാണ് ഡൽഹിയിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എന്താ അവാർഡിന്റെ പേരെന്താ? പത്മശ്രീ അവാർഡ് ഡിക്ലെയർ ചെയ്തു. ഞങ്ങളെല്ലാവരും, എല്ലാ പ്രിഡിക്റ്റീവുകാരും, പുള്ളിയെ അറിയുന്ന എല്ലാ ശിഷ്യഗണങ്ങളും നമ്മുടെ റെക്കമെൻഡേഷൻസ് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് അതോറിറ്റിക്ക് അയച്ചു കൊടുത്തു. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചു ഈ വർഷത്തെ പത്മശ്രീ അവാർഡ് ഡോക്ടർ പ്രഫുൽ ജേക്കറിന് കിട്ടും. പുള്ളിക്കാരനും അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ഡിക്ലറേഷൻ വന്നപ്പോഴത്തേക്കും ഏതോ ഒരു അലോപ്പതി ഡോക്ടർക്ക് അയാൾ കുറെ പേർക്ക് സേവനം ചെയ്തു എന്ന് പറഞ്ഞു. ഇത് പ്രഫുൽ ജേക്കർ സാറിന് സഹിക്കാൻ പറ്റിയോ? എന്തുകൊണ്ടാണ് അവാർഡ് കിട്ടാതെ പോയത്? ഒറ്റ കാരണം, ഐ ഹാപ്പൻ ടു ബി എ ഹോമിയോപ്പതി ഡോക്ടർ. ഈ ഹോമിയോപ്പതി ഡോക്ടറിന് ഈ ഡാഷ് ബോർഡിന്റെ വിലയുള്ളൂ സൊസൈറ്റി. അവരങ്ങനെയല്ല, ദേ ആർ ഇൻഫ്ലുവൻഷ്യൽ, മോർ പവർഫുൾ, മോർ അവർക്കത് കിട്ടി. ഇത് സഹിക്കാൻ പറ്റിയില്ല. ഡോക്ടർക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സൈലീഷ്യ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാഫിസാക്രിയ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മെർസോൾ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പൾസാരില കൊടുക്കുന്നത്, ചമോമില കൊടുക്കുന്നതൊക്കെ. ഇതിന്റെ എല്ലാം മൈൻഡ് നമുക്ക് ഈ പറയുന്ന കറസ്പോണ്ടിങ് ടൂത്തിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി അഫെക്ഷൻ ഓഫ് ദിസ് ഇനാമൽ, ഇതെല്ലാം ഡോക്ടർ ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ്, ഇത് മൂന്നും ഡിഫറെന്റ് ജേം ലെയർ ആണ്. ആ ഡിഫറെന്റ് ജേം ലെയറിൽ വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ കൺഫ്ലിക്റ്റുകളും ഡിഫറെന്റ് ആയിരിക്കും. കാരണം ബോർഡ് എന്ന് പറയുന്നതാണ് ഗം, അത് ഡീപ്പാണ്. പൾപ്പ് ബോൺ സെൽഫ് ഡീവാലുവേഷൻ. അപ്പോൾ പെരിഫറലാണ് നമ്മൾ ചൂ ചെയ്യാനായിട്ടുള്ളത്, ആണ് ഇനാമൽ. അപ്പൊ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റിന്, എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ ഗിവ് ദിസ് ടൂത്ത് എന്ന് പറയുന്ന സെക്ഷൻ വായിക്കാൻ കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ, ആസ്ക് ഹിം ടു റീഡ് ദിസ് SBS ഓഫ് സ്കിൻ. പൾമണോളജിസ്റ്റ് ഉണ്ടോ, ഓർത്തോപീഡീഷ്യൻ ഉണ്ടോ, ജീറിയാട്രീഷ്യൻ ഉണ്ടോ, അല്ല ജീറിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ, ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ, ഒഫ്താൽമോളജിസ്റ്റ് ഉണ്ടോ, അല്ല എല്ലാ രോഗങ്ങളുടെയും കൃത്യമായിട്ടുള്ള സൈക്കിക് കോൺഫ്ലിക്ട്സ് പറയുന്ന ഒരു പുതിയ ശാസ്ത്രമാണ് GHK അല്ലെങ്കിൽ GNM. ഇത് നിങ്ങൾ പഠിച്ചേ തീരൂ. ഇന്നിപ്പോൾ ഒരു 60 വയസ്സുള്ള 70 വയസ്സുള്ള എന്ത് ചാറ്റ് GPT, എന്ത് AI, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല.
ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് അടുത്ത അല്ല ഡെക്കേഡിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ AI എന്താണെന്ന് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും എനിക്ക് അതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കമ്പ്യൂട്ടറില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അപ്ഡേറ്റഡ് ആകണമെങ്കിൽ നിങ്ങൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള റെവലേഷൻ ഫ്രം എ സ്പിരിച്വൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു 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 ലെജൻഡ് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം 2017 മരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനം ഞങ്ങൾ വേൾഡ് GNM ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. GNM അല്ല GSK ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഞങ്ങളുടെ സംഘടന 8 വർഷം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 9ാമത്തെ വാർഷികം ഞങ്ങൾ അടുത്ത ജനുവരിയിൽ ആഘോഷിക്കും. ഇപ്പൊ ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള പലരും ഇവിടെ ഉണ്ട്. അജോയ് ഇവിടെ ഉള്ളത്. ഈസ് എ മെന്റർ, ഈസ് ഫ്രം മുംബൈ. ലോകം മുഴുവനും ഉള്ളവരുണ്ട്. ഇതിപ്പോ മലയാള സെഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് 26 ഫാക്കൽറ്റി ടീമാണ് 13ാം തീയതി മുതൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളോട് എല്ലാവരും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരും ഹോമിയോപ്പതി സ്നേഹിക്കുന്നവരും ഹോമിയോപ്പതി എന്താണെന്ന് അറിയണമെന്നുള്ളവരും എല്ലാവർക്കും ഒരേ ഫീസാണ്. നിങ്ങളൊരു 2000 രൂപ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന എല്ലാ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലും അറ്റൻഡ് ചെയ്യാനുള്ള ഫ്രീ ടിക്കറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐ എം ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു to be members, paid members of our Global GSK Foundation. എല്ലാവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ വരട്ടെ. ഡോക്ടർ, ഡിസ്ലിപ്ഡീമിയയില് ഈ TGL LDL അങ്ങനെയുള്ള എന്റെ ലേഖ ടീച്ചറെ അല്ലല്ല, ലേഖ രാജ് ഡോക്ടറെ, എന്തിനാണ് താങ്കൾ ഈ പറയുന്ന ലാബറട്ടറി പോയിട്ട് താങ്കളുടെ ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നത് എന്തിനാണെന്ന് പറയാമോ? നമ്മളല്ലല്ലോ, പേഷ്യൻസ് തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതല്ലേ. അതങ്ങ് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുക. അതല്ലേ ഹോമിയോപ്പതി നമ്മൾ പഠിച്ചത്. അത് തന്നെയാ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വാല്യൂ കാണുമ്പോ അവൾക്കുണ്ടാകുന്ന ഡിസ്കംഫർട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ കാര്യം ചെയ്യും, അവരെ ആകാശത്തിലേക്ക് നോക്കാൻ പറയാം. അവിടെ കോടിക്കണക്കിനായിട്ടുള്ള പക്ഷികൾ നടക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല മൃഗമായിട്ട് 2 കാലയിലും 4 കാലയിലും ജീവിക്കുന്നത്. വെള്ളത്തിലേക്ക് നോക്കുക, അവിടെ കോടിക്കണക്കിനുള്ള മത്സ്യങ്ങളുണ്ട്. ഇവരൊന്നും രാവിലെ 7:30 ലാബറട്ടറി പോയി അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ടും കൊണ്ട് അവരുടെ ജീവിതം കുളവാക്കുന്നില്ല. അവരൊക്കെ ഭംഗിയായിട്ട് ഉറങ്ങുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, മെയ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്, വംശവർധന നടത്തുന്നുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞാൽ പോരെന്ന് ചോദിക്കുക തിരിച്ച്. ഈ ലോകത്തിനനുസരിച്ച് പോകാനായിട്ടല്ല നമ്മൾ ഈ അറിവുകൾ നേടുന്നത്. അവര് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിട്ട് ഇത് ഇച്ചിരി കൂടുതലാണ്, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടല്ല നമ്മുടെ ശാസ്ത്രം പഠിക്കേണ്ടത്. ഇറ്റ്സ് ആർ ഓൾ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ്. ബയോളജി എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഈറ്റിംഗ് ആൻഡ് എക്സ്ക്രീറ്റിംഗ്, ഓർ ഇറ്റ്സ് ഓൾ ഡ്രിങ്കിങ് ആൻഡ് പീയിങ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾ മേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് ചിൽഡ്രൻ. ഇറ്റ് ഈസ് ഓൾ റെസ്റ്റിംഗ്, സ്ലീപ്പിംഗ്, ആക്ടിവിറ്റി, റൺ ചെയ്യുക, ഈറ്റ് ചെയ്യുക, നിങ്ങൾ ഫുഡ് അക്വയർ ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറം നമ്മളെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു തലമുറയെ ഈ പറയുന്ന ലാബറട്ടറിക്കാരൻ, ഇന്നത്തെ നിങ്ങൾ ഡോക്ടർ BM ഹെഗ്ഡയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഈക്വലി കൾപ്രിറ്റ്സ് ആണ് ഈ ലാബറട്ടറി ജീവികൾ. എന്തിനാണ് ഡോക്ടറെ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ ശരീരത്തിൽ എത്ര ഷുഗർ ഉണ്ട്, എത്ര BP ഉണ്ട്, എത്ര കൊളസ്ട്രോൾ ഉണ്ട്, എത്ര SGOT ഉണ്ട്, എത്ര SGPT ഉണ്ട്, എത്ര ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, എൻ്റെ PSA എത്രയാണ്, ഇതൊന്നും ഞാൻ നോക്കാറില്ല ഡോക്ടർ ലേഖ. എന്തിനാണ് അത് നോക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ? ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ നന്നായിട്ട് മലം പോകുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, മൂത്രം ഒഴിക്കുന്നുണ്ട്, പിന്നെ വയസ്സായില്ലേ, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എന്തിനാണ് പറ? ഇതെല്ലാം കച്ചവടമാണ്. നിങ്ങളത് മനസ്സിലാക്കൂ.
ഡോക്ടർ ആയിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കച്ചവടത്തിന് കൂട്ടു നിൽക്കണം. നിങ്ങൾ തീരുമാനിക്കും. എനി ക്വസ്റ്റ്യൻ? എന്നാലാണെന്ന് പറയാം. GNM വഴി നമുക്ക് ഇതെങ്ങനെയാ അവരെ കൺഫ്ലിക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങളുടെ അറിവാണ് ശക്തി. ഏത് കോൺഫ്ലിക്റ്റ് ആണ്, ഏത് സിംറ്റം ആണെന്ന് പറ. നിങ്ങൾ ലാബറട്ടറി നോക്കിയിട്ട് ഇതെന്താ കൂടിയെന്ന് പറയുന്നത്. അതിനൊക്കെ കാരണമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ദർ ഇസ് റീസൺ ഫോർ എവറിഥിങ്. പക്ഷെ സിംറ്റംസ് എന്ന് പറയുന്നത് ഷുഗർ ഇങ്ങനെ കാണിച്ചു അല്ലെ ബ്ലഡിൽ ഇത്രയുണ്ടെന്ന്. യു സി thousands of biochemical changes are happening even in a single cell. You understand that? അഡ്വാൻസ് ചെയ്തപ്പോഴത്തെ സയൻസ് അഡ്വാൻസ് ചെയ്ത് അവിടെ സിംഗിൾ സെൽ ക്യാൻ ബി സ്റ്റഡീഡ്. അതിന്റെ ക്രോമസോം സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ന്യൂക്ലിയസ് സ്റ്റഡി ചെയ്യുക, ക്രോമസോം സ്റ്റഡി ചെയ്യുക, DNA സ്റ്റഡി ചെയ്യുക. കാരണം ഇത് വാട്ട് യൂസ് ഫോർ ദി സഫറിംഗ് പേഷ്യന്റ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ U-turn. This is all about a paradigm shift, a groundbreaking revolution. You be a part of it. It's my invitation. You can, or you can discard, get out, exit, leave. അങ്ങനെയാണ് ലേഖ ഡോക്ടറെ. നമ്മളിപ്പോ ഒരു ദൈവവിശ്വാസം പറയുവാണ്. ഒരാളെയും നിങ്ങൾക്ക് ദൈവവിശ്വാസിയാക്കാൻ പറ്റത്തില്ല. അല്ലെ നിങ്ങളുടെ മകനെ നിങ്ങൾ ഉപദേശിക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപദേശമാണ്. അവൻ ഒരിക്കലും മാറരുത്. അതേസമയം നിങ്ങൾ നന്നായിട്ടും ചെയ്തു കൊടുത്തേ. നിങ്ങൾ ഹസ്ബൻഡിനോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിന്റെ മോളോട് പറഞ്ഞു കൊടുത്തേ. ഷീ വിൽ ബി ഇൻക്ലൈൻ ടു ഗെറ്റ് മാരീഡ് അറ്റ് ദി ഏർലിയസ്റ്റ്. നിങ്ങൾ തമ്മിൽ അടിയാണെങ്കിൽ നിങ്ങളുടെ മോൾ എന്ത് ചെയ്യും? ഐ ഡോണ്ട് വാണ്ട് ടു ബി എ വൈഫ്, ഐ ഡോണ്ട് ഗോ ഫോർ എ മാരേജ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ മദർ. സോ ഓൾ ഗേൾസ് ആർ ബിക്കമിങ് മെയിൽസ്. ദേ വാണ്ട് ടു ഡോമിനേറ്റ്, ദേ വാണ്ട് ടു മേക്ക് മണി. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യന്റ് വന്ന ഇന്ന് പോയി ഇതെന്നാ സ്റ്റക്കായി പോയി. സാറിന്റെ ഇത് തീർന്നെന്ന് തോന്നുന്നു. ചാർജ് തീർന്നതല്ലായിരിക്കും ചിലപ്പോഴേ. കമ്പ്യൂട്ടറിന്റെ ചാർജ് തീർന്നതാണായിരിക്കാം. സാർ എക്സിറ്റ് ആയി. അപ്പൊ നമുക്ക് അന്നത്തെ ഡിസ്കഷന് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും സാറിന്റെ നമ്പർ തന്നിട്ടുണ്ട്. സാറിന്റെ നമ്പറിൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതുമാണ്. 9446712799 9446712799. ഹലോ 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 ഹലോ, സിജ വർഗീസ് സാർ ഇല്ലാത്തതുകൊണ്ട് ഒരു സംശയം ചോദിക്കണ്ടെന്നാണോ അതോ ചോദിക്കാമോ? സാറുമായിട്ട് നമുക്ക് ചോദിക്കാൻ സംശയം പറഞ്ഞോളൂ. നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. എന്താണ് സാർ പറയൂ. നമ്മൾ ഈ ഉണ്ടോ സാറേ? ഹലോ സാറേ. ഹലോ സാറിന് എന്തോ നെറ്റ്വർക്ക് എറർ ആണെന്ന് തോന്നുന്നു. സാറിന്റെ ഫോണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അനിത ഡോക്ടർ കോട്ടയത്ത് അനിത ഡോക്ടറാണോ? അതെ, പറഞ്ഞോളൂ. എന്താണ് സംശയം? പറഞ്ഞോളൂ. ഇല്ല നോട്ട് സംശയം. ഞാൻ ഡോക്ടറെ നേരിട്ട് വിളിച്ചോളാം. ഞാൻ ചോദിക്കാൻ വന്ന ഇതാണ്, നമ്മളിപ്പോ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അപ്പൊ അത് ശരിക്കും അതിന്റെ പാത്തോളജി നോക്കുവാണെങ്കിൽ ബോൺ കാർട്ടിലേജ് ഇൻവോൾവ് ആണ്.
അപ്പോ ഈ ന്യൂ ബ്രെയിൻ മീസോഡേമിൽ നിന്നാണ് അത് വരുന്നത്. ആ. അപ്പോ അതിന്റെ കൺട്രോള് പിന്നെ സെറിബ്രൽ മെഡുലയാണ്. അപ്പൊ ഇത് അത്തരം കണ്ടീഷന്റെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ടിഷ്യൂ ലോസ് ആണ് പറയുന്നത്. എന്നിട്ട് ഹീലിംഗ് ഫേസിൽ അതിന്റെ റീഫില്ലിംഗ് ആണ് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമുക്ക് പൊതുവെ തേയ്മാനം എന്നൊക്കെ പറയുമ്പോൾ ഈ ടിഷ്യൂ ലോസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് ഫേസിൽ ക്യൂറബിൾ ആണോ എന്നുള്ളതാണ് എന്റെ സംശയം. നമുക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം സാർ. സാറിനോട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പറയാം. സാറ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഫോൺ എൻ്റർ ആവാൻ പറ്റുന്നില്ല സാറിന്. കിട്ടുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയാം. സാറ് എക്സിറ്റ് ആവണ്ട. സാറിനെ കിട്ടുവാണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. അനിത, എല്ലാ ചൊവ്വാഴ്ചയല്ലേ ക്ലാസ് ഉള്ളത്? സാറ് വിളിക്കുന്നുണ്ട്. ഹലോ സാർ. സാറേ, ഒരു സാറ് സംശയം ചോദിച്ചിരുന്നു. സാറിന്റെ സംശയം ഇതാണ്: ഓസ്റ്റിയോ ആർത്രൈറ്റിസില് അതിന്റെ ആക്റ്റീവ് ഫേസില് ഡിസ്ട്രക്ഷനും പിന്നെ ഇതിന്റെ എന്താണ് അതിന്റെ റിക്കവറി സ്റ്റേജില് അതിന്റെ കോൺഫ്ലിക്റ്റ് ഏതാണെന്നാണ് സാറ് ചോദിച്ചിരിക്കുന്നത്. സാർ ഒന്ന് പറയൂ. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. സാറുണ്ടോ? വർഗീസ് സാറുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. സാറേ, എന്റെ സംശയം ഇതാണ്: ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസില് കാർട്ടിലേജ് ഡീജനറേഷൻ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഈ സെറിബ്രൽ മെഡുല അല്ലെ ന്യൂ ബ്രെയിൻ മീസോഡോമി എന്നുള്ള സ്ട്രക്ചേഴ്സിന്റെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ടിഷ്യൂ ലോസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആ ടിഷ്യൂ ലോസ് ആയിട്ട് കണക്കാക്കുവാണെങ്കിൽ അതിന്റെ കൺഫ്ലിക്റ്റിന്റെ അഥവാ ഹീലിംഗ് ഫേസിൽ ഈ OA എന്ന് പറയുന്നത് ഹീൽ ആവേണ്ടതല്ലേ, ആകുമോ എന്നുള്ളതാണ് സംശയം. ഡോക്ടറിന്റെ പേരൊന്ന് പറയാമോ? ഞാൻ ഡോക്ടർ ആന്റണി ജോസ്. ആന്റണി ഡോക്ടറാണ്. ആന്റണി ഡോക്ടറാ സാറേ. അതെ സാറേ, കേൾക്കാം. അനിത ഡോക്ടർ, ആ ഒരു രജിസ്ട്രേഷന്റെ ലിങ്ക് ആണ്, അതന്നെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയണേ, ഏതിനകത്താണ് ഒന്ന് അടയ്ക്കേണ്ടത്? സാറിന്റെ വർഗീസ് സാറിന്റെ നമ്പറില് കോണ്ടാക്ട് ചെയ്യൂ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ ആന്റണി സാറേ? ഇല്ല, എനിക്ക് ഓഡിബിൾ അല്ല കേട്ടോ, ഞാനൊന്നും കേട്ടില്ല. എനിക്കൊന്നും എന്തോ ഡിസ്കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് എന്നാണ് സാർ പറഞ്ഞത്. സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് അതിന്റെ ആക്റ്റീവ് ഫേസിലെ ടിഷ്യൂ ലോസ് എന്ന് പറയുന്നത് ഹീലിംഗ് ഫേസിൽ കറക്റ്റഡ് ആവേണ്ടതല്ലേ എന്നാണ് സംശയം. കറക്റ്റഡ് ആണെന്നാണ് സാർ പറഞ്ഞത്. കറക്റ്റഡ് ആണ്. ഓക്കെ സാർ. ഓക്കെ. സിജവർഗി സാർ അഡ്മിറ്റ് ആവുന്നുണ്ട് വീണ്ടും. ഹലോ സാർ. സാറേ, നെക്സ്റ്റ് ഡേയിലെ ബാക്കി ഓക്കെ. ഞാൻ എന്റെ മൊബൈൽ ഫോണിലൂടെ ഞാൻ എൻട്രി ചെയ്തു. കേൾക്കാമോ ഡോക്ടർ ആന്റണി? കേൾക്കാം സാറേ. ഓക്കെ. ആന്റണി ജോസിനോട് പറയാനുള്ളത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ല, നിങ്ങൾ ഏത് ഐറ്റിസ് എടുത്താലും all are healing phases because there is inflammation. മനസ്സിലാവുന്നുണ്ടോ
ആന്റണി ഡോക്ടർ? സാറേ ഞാൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസില് പിന്നെ ഡീജനറേഷൻ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അപ്പോ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആക്റ്റീവ് ഫേസിലാണ് ഡോക്ടറെ. അതെ അതെ അത്രേ ഉള്ളൂ. എന്റെ സംശയം ഇത്രേ ഉള്ളൂ. ആക്റ്റീവ് ഫേസിൽ ടിഷ്യൂ ലോസ് ആണ്. അത് ഹീലിംഗ് ഫേസിൽ അപ്പൊ അത് നോർമലി ആ ലോസ് ഫില്ലായിട്ട് കറക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാമോ എന്ന് എന്റെ സംശയം. Yes, it is healing, and healing always gives you some symptoms. Osteoarthritis ഉണ്ടാക്കുന്ന swelling, redness, pain, inflammation, infection, എല്ലാം all because of the healing phase. മനസ്സിലായോ? അതിനെക്കുറിച്ച് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ല, ബ്രോങ്കൈറ്റിസും ഇറ്റ് ഈസ് ഹീലിംഗ്. ഡെർമറ്റൈറ്റിസ് ഹീലിംഗ് with itching, with its redness, with its discharge, with its all symptoms. Everywhere you are finding itis. Let it be arthritis, let it be osteoarthritis, let it be gingivitis, any part, rhinitis. എവിടെയെല്ലാം ഐറ്റീസ് ഉണ്ടോ അതെല്ലാം ഹീലിംഗ് ഫേസ് ആണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റിദ്ധാരണ, അതിനെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ മരുന്നൊന്നും കൊടുക്കേണ്ട. നീ ഡോക്ടർക്ക് മനസ്സിലായോ? നമ്മള് സാധാരണ പറയുന്നത് തേയ്മാനം ഉണ്ടല്ലോ സാറേ, തേയ്മാനം അതെന്ന് പറയുന്നത് ലോസ് ഓഫ് കാർട്ടിലേജ് ആണെന്ന് നമ്മൾ മനസ്സിലാകുന്നു. തേയ്മാനമേ, അസ്ഥി തേയ്മാനം, അതുകൊണ്ട് മുട്ട് മാറ്റിവെക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അവിടുത്തെ തേയ്മാനം എന്ന് പറയുമ്പോൾ തെറ്റാണ് ഡോക്ടറെ. നമ്മൾ ഒത്തിരി പേരെ വഞ്ചിച്ചു പറ്റിച്ചു. നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് കാരണം നിങ്ങളുടെ എല്ല് തേയ്മാനമാണ്. അങ്ങനെ ഒരു തേയ്മാനമൊന്നുമില്ല. അത് ഓപ്പറേഷനിലേക്ക് നിങ്ങളുടെ പേഷ്യന്റിനെ നയിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ നീ പ്രോസസ്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, നീ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യനെ പറ്റിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാം ബിസിനസ് ആണ്, എല്ലാം ബിസിനസ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് മാത്രമല്ലല്ലോ. വാട്ട് അബൌട്ട് റൈനൈറ്റിസ്? വാട്ട് അബൌട്ട് ജിഞ്ചിവൈറ്റിസ്? വാട്ട് അബൌട്ട് ഡെർമറ്റൈറ്റിസ്? വാട്ട് അബൌട്ട് ഓട്ടൈറ്റിസ്? ophthalmia, retinitis. So all itis, they are all happening during the healing of a conflict. So you please learn that conflict and try and help the patient to come out of that conflict, and that is healing. You don't need to give any Ayurvedic medicine or homeopathic medicine to suppress that symptom. ആ സിംറ്റം ഇല്ലാതെ ആകുന്നതാണ് നിങ്ങളുടെ ഹീലിംഗ് എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. Got the point? Got it, sir. Thank you. Okay. Thank you, sir. Thank you for the valuable information. Sir, വീണ്ടും rejoin ചെയ്തു സംശയം ക്ലിയർ ചെയ്യാനായിട്ട്. Thank you, sir. Thank you all. Okay. Thank you. ആർക്കെങ്കിലും എന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. You can contact me personally and I will be there to help you. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ വായിച്ചിട്ടെങ്കിലും പറഞ്ഞു തരാം. അതുകൊണ്ട് ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു. നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ള ഇതാണ്, നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയും ഉണ്ടാകും, ദൈവം സഹായിച്ചാൽ. ഇൻഷാ അള്ളാ എന്ന് പറയത്തില്ലേ, ദൈവം സഹായിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചയും ഞാൻ വേറൊരു വിഷയമായിട്ട് വരും. അപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ നോട്ടീസ് പോസ്റ്റർ ഇടും. അത് നിങ്ങൾ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കർത്തവ്യം അല്ലെങ്കിൽ ഒരു സേവനം. അത് മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കുക. ഞങ്ങളുടെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് വെറും 1000 അല്ല, ഒരു വർഷത്തേക്ക് 2000 രൂപ എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് കൂട്ടിയപ്പോൾ ഒരു ആഴ്ചയിൽ 40 രൂപയും മറ്റാണ്. അത് 2 പ്രോഗ്രാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പൊ 20 രൂപ. യു നോ വാട്ട്സ് ദ വാല്യൂ ഓഫ് 20 rupees. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിലപ്പെട്ട അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ ചീപ്പാണെന്ന് കരുതരുത്. കാരണം വലിയ 20,000-ഉം 2 lakhs ഒക്കെ റേറ്റ് ഫീസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മളിവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ചെറിയ അത് വെറും ടെക്നിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയാണ്. നമ്മുടെ ഒരു സപ്പോർട്ടിങ് ടെക്നിക്കൽ വിങ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഒരു ഹോമിയോപ്പതി ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പ്രൊഫഷണൽസ് അല്ല. വി ഹാവ് ഗോട്ട് അതർ സോഴ്സ് ഓഫ് ഇൻകം. ബട്ട് അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫാണ്, അവരുടെ ഇതാണ്. അതുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ഒരു റെമ്യൂണറേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പൈസ ചാർജ് ചെയ്യുന്നത്. അല്ലാതെ ഇറ്റ് ഗോസ് ടു നൺ ഓഫ് ദി ഫാക്കൽറ്റി മെമ്പേഴ്സ്. ദെർഫോർ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഫോർ യുവർ ഗുഡ്നെസ്, നിങ്ങളുടെ വെൽനെസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലി, ഡിയർ ആൻഡ് നിയർ വൺസ്,
and then if you have got time and mind for the universe, നിങ്ങൾ ഇതിൽ പങ്കുചേരുക. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. താങ്ക് യു. Thank you, sir. Thank you all. Good night. Good night. Good night.